അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു നമ്മൾ ആദ്യം ഇവിടെ ഫീൽഡ് കാസ്റ്റ് സീരീസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ പ്രാവശ്യം നമ്മൾ ആസാമിനെ കുറിച്ചുള്ള അവിടെയുള്ള സംഭവങ്ങളും അവിടുത്തെ ഒരു പഠനം എന്നൊക്കെയാണ് നമ്മുടെ ഈ സീരീസിൻ്റെ ഒരു ഭാഗം. നിലവിലിപ്പോൾ നമ്മുടെ നാട്ടുകാരും അല്ലെങ്കിൽ വാർത്തകളോടൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം ആസാമിൽ NRC അല്ലെങ്കിൽ CAA, ഇപ്പം നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന ലാൻഡ് വിക്ഷൻ, ഭൂമി കയ്യേറ്റം കാര്യങ്ങളൊക്കെ കുടിയേൽപ്പിക്കലൊക്കെ. പക്ഷേ ഭീകരതയാണ് എല്ലാവരും മനസ്സിലാക്കണം. അതിൽ ഉപരി നമുക്ക് ആസാമിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ 12 വർഷത്തോളമായിട്ട് ആസാമിൽ ഹാദിയൻ്റെ പ്രവർത്തനങ്ങളും അവിടെ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കൊക്കെ ഇങ്ങനെ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ നാട്ടുകാർക്ക് അറിയാത്ത ആസാമിൻ്റെ ഒരു മുഖമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സീരീസിലൂടെ നമുക്കൊന്ന് നിങ്ങളിലൂടെ നിങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുക. എന്താണ് അവിടെ ഉള്ള ഒരു നിങ്ങൾ വന്നപ്പോഴും അവിടെ തുടങ്ങിയ സമയത്തുള്ളതും ഇപ്പോൾ നിലവിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ. ആസാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ അതേപോലെ തന്നെ ഏകദേശം അത്രത്തോളം മുസ്ലിംസ് അവിടെ ഉണ്ട്. മുസ്ലിങ്ങളെ ഒരു പോപ്പുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ശതമാനം പെർസെൻറ്റേജ് വൈസ് ഏറ്റവും കൂടുതലുള്ളത് ആസാമിലാണ്. കേരളത്തിൽ 26%, അവിടെ 35 എന്നുള്ളത് ഒഫീഷ്യലായി പറയുന്നു. അൺഒഫീഷ്യലി 42% ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇത് 1.5 കോടിയോളം മുസ്ലിംസ് ഉണ്ട്. അതായത് കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട് അത്രത്തോളം മുസ്ലിങ്ങളുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത്രത്തോളം പൊട്ടൻഷ്യൽ അവിടെ വേണം. പക്ഷേ എന്തുകൊണ്ടോ അവരുടെ പൊളിറ്റിക്കൽ സാഹചര്യമോ അല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള മറ്റുള്ള അവസ്ഥകളനുസരിച്ച് മുസ്ലിംക്ക് അത്രത്തോളം ഉയരാൻ കഴിഞ്ഞില്ല. അത് അവിടെ വിഭജനാനന്തര ഇന്ത്യൻ്റെ ഒരു പ്രശ്നങ്ങളാവാം. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള കേരളത്തിന് കിട്ടിയ അതേപോലുള്ള മുസ്ലിം ലീഡർഷിപ്പ് അവർക്ക് കിട്ടിയില്ല. സാമ്പത്തിക വ്യവസ്ഥ അതിലൊക്കെ ഒരു മെയിൻ ഘടകമാണ്. കേരളത്തിന് പുറത്ത് നമ്മളെല്ലാവരും പറഞ്ഞ പോലെ അവർക്കൊരു പാണക്കാട് തങ്ങന്മാരില്ലാതെ പോയി. അതൊക്കെയാണ് മെയിൻ ഒരു കാര്യം. ഒരു ബന്ധം അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവർ എഡ്യൂക്കേഷനലി അല്ല എന്നാൽ അവർ കൾച്ചറലി സോഷ്യലി അവർക്ക് ഡെവലപ്പ് ആവാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ സാഹചര്യം എടുത്ത് നോക്കുകയാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഏറ്റവും പെട്ടെന്ന് ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ഒരു സംസ്ഥാനമാണ് ആസാം. അവരുടെ തോട്ട് പ്രോസസ്സിൽ അല്ലാന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒന്നുകൂടെയൊക്കെ ഒരു മുൻപന്തിയിലേക്ക് കയറി വരുന്ന സംസ്ഥാനം കൂടിയാണ് ആസാം. കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലം അതാണ്. മറ്റുള്ളവർക്കൊക്കെ കുറഞ്ഞ ഒരു 6 ലക്ഷം, 30 ലക്ഷം, 12 ലക്ഷം ആളുകളേ ഉള്ളൂ. ഇവിടെ 3.5 കോടി ജനങ്ങളുണ്ട് ഏകദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആണ് ആസാം എന്നുള്ള നമുക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രൊജക്റ്റും ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സക്സസ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ റീസെൻ്റ്ലി നമ്മളെ ഹാദിയൻ്റെ വർക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മോറൽ സ്കൂളുകൾ മക്തബ് നടക്കുന്ന സംസ്ഥാനം ആസാമാണ്. 737 മദ്രസകൾ കഴിഞ്ഞ മാസം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിപ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത് നമ്മൾ ജില്ല നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ മക്തബുകൾ ജില്ല ചിലപ്പോൾ ആസാമിൽ ദുബ്രിയിലായിരിക്കും. 12 ജില്ലകളിലേറെ ജില്ലകളിൽ 50% മുസ്ലിംസ് ആസാമിലുണ്ട്. മറ്റിപ്പം കേരളത്തിൽ വെറും മലപ്പുറം ജില്ല മാത്രമാണ് ഉള്ളത്. അപ്പോൾ ബീഹാറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും കിഷൻഗഞ്ച് ജില്ലയാണ്. പക്ഷെ അങ്ങനത്തെ മെജോറിറ്റി മുസ്ലിംസ് ഉള്ള 50% ഉള്ള സ്ഥലങ്ങൾ ലോവർ ആസാമിൽപ്പെട്ട കുറേ സംസ്ഥാനങ്ങൾ, അതേപോലെ അപ്പർ ആസാമിൽപ്പെട്ട 2-3 ജില്ലകളിലുമുള്ള അങ്ങനെ 12 ജില്ല 13 ജില്ലകളും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ദുബ്രിയിലൊക്കെ 88% മുസ്ലിംസാണ് അവിടെ ഉള്ളത്. 98% സൗത്ത് സൽമറയിൽ പെടുന്നുണ്ട്. അതെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മൾ ജില്ലകളും ഹാദിയൻ്റെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു ഘടകമായിട്ട് ആസാം മാറുന്നില്ല. അതിൻ്റെ നമുക്ക് കിട്ടിയൊരു തൗഫീഖാണ്. ഇപ്പോൾ ഞാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾ പോകും. ഞാനിപ്പോൾ 11 വർഷത്തിലേറെ ആയിട്ട് ആസാമിലുണ്ട് എന്ന് പറയുമ്പോൾ അതെനിക്ക് കിട്ടിയൊരു തൗഫീഖാണ്. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് നിങ്ങൾ അവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടിയൊരു തൗഫീഖാണ്. അത്ര പറയാൻ പറ്റുമോ? നമ്മളെ എല്ലാവരോടും പറയുന്ന ഒരു സംഭവമാണ് ആസാം എന്നുള്ളൊരു ബർക്കത്തുള്ള മണ്ണാണ്. അത് എല്ലാം ഉണ്ട്. ഇപ്പം നമ്മളെ ആദ്യൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും അവിടെ നല്ല സപ്പോർട്ടീവ്, ഗവൺമെൻറ് സപ്പോർട്ടിങ് ആയാലും പിന്നെ പൊതുവേ മൂവ്മെന്റിന് നല്ലൊരു ശക്തി നമുക്ക് ആ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ അതിലുപരി നമ്മുടെ ദാറുദയും അപ്പുറത്ത് ഓക്സ്ഫോർഡ് സ്കൂളും ഒരുപാട് മലയാളി ഹുദവീസ് ആയാലും എല്ലാവരും ഒരുപാട് ഉദവികൾ അവിടെ നമുക്കൊരു ടീം വർക്കായിട്ട് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സംസ്ഥാനം. 8 ഉദവിമാർ അൽഹംദുലില്ലാ ഇപ്പോൾ ആസാമിലുണ്ട്. ഏകദേശം ലോക്കലായിട്ടുള്ള ഉദവിമാരും അതേപോലെ തന്നെ മലയാളം ആസാമിൽ നിന്ന് പുറത്തുനിന്നുള്ള ഉദവിമാരെ ഏറ്റവും കൂടുതൽ.
പിന്നെ നമ്മുടെ ഈ ഉസ്താദ് ആദ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ആദ്യ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ 4 വർഷമായി. ഇപ്പം ഞാനൊക്കെ വരുന്ന സമയത്ത് 2022 മെയ്യിലാണ് ഞാനൊക്കെ ആസാമിലേക്ക് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്തൊക്കെ നമ്മളെ മുന്നിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് വെറും കുറച്ച് മോഡിഫിക്കേഷൻ മാത്രം ചെയ്താൽ മതിയായിരുന്നു. നിലവിൽ അവിടെ മക്തബ് മോറൽ സ്കൂൾസ് ഉണ്ട്, ശരീഅത്ത് കോളേജുകളുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നിൽ ചെയ്യാനും പറഞ്ഞു തരാനും മോണിറ്ററിങ് ചെയ്യാനൊക്കെ നമ്മുടെ മുകളിലും ഉസ്താദിനെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതേപോലെ ആയിരിക്കില്ല നമ്മൾ 2012, 2013 അവസ്ഥകളൊന്നും അങ്ങനെയല്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ആസാമിലെത്തുന്ന സമയത്തുള്ള അവിടെ നമ്മുടെ വിദ്യാഭ്യാസ സംരംഭങ്ങളായാലും നമുക്ക് പുതിയ പ്ലാനുകൾ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു ആ സമയത്തുള്ള 2014 ഓഗസ്റ്റ്, കറക്റ്റ് പറയാൻ ഓഗസ്റ്റ് 3 ഞാനും എൻ്റെ കൂടെയുള്ള അന്ന് ഇപ്പോൾ ദാറുദയിൽ അവിടെ ആസാം ക്യാമ്പസ് ജോലി ചെയ്യുന്ന ഷാഫിയും കൂടെ അങ്ങനെ ഉണ്ടാവും ഇവിടുന്ന് പോകുന്നത്. ഓഗസ്റ്റ് 6 അവിടെ എത്തുന്നു. അന്ന് അവിടുത്തെ ബിൽഡിംഗ് ആസാം ക്യാമ്പസിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് ഇനാഗ്രേഷനുള്ള തിരക്കുകൾ നടക്കുകയാണ്. പിന്നെ അതേപോലത്തെ പുതിയ ബാച്ചിലുള്ള കുട്ടികളുടെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് അവിടെ എത്തുന്നത്. നമ്മൾക്ക് എങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ആളുകളോട് സഹവസിച്ചിട്ടോ അല്ല ദൗത്യമായിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. നമുക്ക് അവരെ എങ്ങനെ അവരെ ഫേസ് ചെയ്യണം, ഏത് രീതിയിലാണ് അവരോട് സംസാരിക്കേണ്ടത്, ആ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷേ ബേച്ചുകാരായിട്ടുള്ള നോസിഫും ഷർഫുദ്ദീനും അതേമാതിരി തന്നെ മുയിൻതാളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക്. ഒരു പെട്ടെന്ന് നമുക്ക് ഫീൽഡ് നമ്മളെ ഉള്ളിലോട്ട് സെറ്റ് ആവാൻ. അപ്പോൾ ദാറുദയുടെ ഇനാഗ്രേഷനോട് കൂടെ തന്നെ നമുക്ക് കുറച്ച് ഫീൽഡ് വിസിറ്റ് ചെയ്തു. നാട്ടുകാരനായിട്ടുള്ള ഇഫ്തിഖാർ ജമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഓർഗനൈസറായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഓർഗനൈസറായി പ്രവർത്തിക്കുന്ന ഇഫ്തിഖാർ ജമാനെ കൂടെ കൂട്ടി ഗ്രാമങ്ങളിലൂടെ പോകുന്നു. ഒരു നമ്മൾ എത്രത്തോളം എനിക്കിപ്പോൾ എനിക്കും നിങ്ങൾക്കും ആ ഒരു കാര്യങ്ങളിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. എത്രത്തോളം യാത്രകൾ എൻജോയ്മെൻ്റ് ആക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അത്രത്തോളം നമ്മളെ വർക്ക് നമുക്ക് ഈസിയസ്റ്റ് ആവുന്നുള്ള അത് എൻജോയ് ആയിട്ട് എടുക്കാൻ കഴിഞ്ഞു. അത് ഒന്ന് നമ്മളെ തുടക്കത്തിലുള്ള ആ ഒരു എന്താ പറയുക നമ്മളൊരു എനർജി ആവാം, അല്ലാതെ തന്നെ അതിനോടുള്ളൊരു പാഷൻ ആവാം. യാത്രകൾ നമുക്ക് തീരെ സഹിക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. യാത്ര ആദ്യം മനസ്സിലാക്കി എടുക്കാം, പാഷനാക്കി എടുക്കാം. നല്ല ചിലപ്പോൾ ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് വർഷങ്ങളൊക്കെ ഒരു ട്രാവൽ ബാഗ് നിറച്ചും ഡ്രസ്സാണ്. നമുക്ക് പ്രത്യേകിച്ച് സ്റ്റേ ഒന്നും ഇല്ല. അപ്പോൾ സ്റ്റേ ഉണ്ടെങ്കിലൊക്കെ ഇപ്പോൾ നമ്മൾ അവിടെ ബാഗൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഫീൽഡിലേക്ക് പോയി വരാവുന്ന രൂപത്തിലാണെങ്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് പോയാൽ മതി. ഇതിപ്പോൾ അന്ന് പ്രത്യേകിച്ച് സ്റ്റേ ഒന്നും ഇല്ല, ഓരോ സ്ഥലങ്ങൾക്ക് പോകും, അവിടെ സ്റ്റേ ചെയ്യാം. അതാണ് രസം. അപ്പോൾ ആ ബാഗ് എടുത്ത് ഓട്ടോറിക്ഷയിലും അതിലൊക്കെ കുന്നുള്ള ഏരിയ കൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ അതന്ന് ആ രൂപത്തിലെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ഇങ്ങനെ ആസാമിലേക്ക് വരുന്ന സമയത്തൊരു സംഭവമുണ്ട്. ഞങ്ങളിങ്ങനെ ആസാമിലേക്ക് ട്രെയിനിൽ വരാം ആദ്യമായിട്ട്. അപ്പോൾ ഞങ്ങളന്ന് 7 പേരുണ്ട് ആസാമിലേക്ക്. ആ വർഷമാണ് ആദ്യമായിട്ട് ഇത്ര സ്റ്റാഫിലെ കൂടുതൽ എടുക്കണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രെയിനിൽ വരുന്ന സമയത്ത് ആസാമിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് വീടുകളൊക്കെ കോലം മാറി തുടങ്ങി. നല്ല ഷീറ്റിട്ട വീടുകളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ എത്തിപ്പെടാതിരിക്കട്ടെ, കാരണം മുഴുവൻ ഷീറ്റിട്ട വീടുകളാണ്. ആകെ ഒരു ദാരിദ്ര്യം പിടിച്ച അല്ലെങ്കിൽ തീരെ പിന്നോക്കാവസ്ഥയിലുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ എത്തിപ്പെടുന്നത് ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെയാണ്. അതായത് ബാർപേട്ട, ദുബിരി എന്നുള്ളൊക്കെ ഏരിയ എന്നൊക്കെ വരുമ്പോൾ ആസാമിലെ ഏറ്റവും പിന്നോക്കാവസ്ഥ നേരിടുന്ന ലോവർ ആസാമിലെ ഏരിയകളിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചു തന്നെ അവിടെ നമുക്ക് എത്തിപ്പെട്ടതെന്ന് വിചാരിച്ച സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടെ. അപ്പോൾ അതൊരു നമുക്ക് ഫീൽഡ് എക്സ്പോഷറിന് ഏറ്റവും കാരണമായൊരു തീർച്ചയായും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഉദ്ഘാടന സമയത്ത് നമ്മൾ പിന്നെ ശ്രദ്ധിച്ചത് നമുക്ക് ദാറുദ് ഇനാഗ്രേഷൻ കൊടുത്ത നമ്മ സംവിധാനങ്ങളോട് തുടങ്ങണം. അപ്പോൾ അതിന് നമ്മൾ കുറേ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നു ഇഫ്തിഖാറിനോട് കൂടെ. ഏകദേശം ആ വർഷം ഒരു 50-55 ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ ആ വർഷം നമുക്ക് ഒരു വില്ലേജ് എംപവർമെൻറ്റ് പ്രോഗ്രാമുകൾ അല്ലാതെ നമ്മൾ മദ്രസകൾ ഗ്രാമങ്ങളിലെ നമ്മൾ ഇൻ്റർവെൻഷൻസ് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ ആ വർഷം പൂർത്തിയാക്കാൻ കഴിയുന്നത് വെറും 19 ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 1200-ലേറെ ഗ്രാമങ്ങളിൽ നമ്മൾ അവിടുത്തെ പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ കയറി ചെന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ചെന്ന് പറയാൻ കഴിയില്ല. ടെമ്പററി അഫിലിയേഷൻ നമ്പർ നോക്കുമ്പോൾ 1045 പക്ഷെ നമ്മളിപ്പോൾ നിലവിൽ 7730 സംതിങ് ആണുള്ളത്. അതായത് അത്ര ഗ്രാമങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ നമുക്കത് ഒഴിവാക്കേണ്ടി വന്നു. അതാണ് ഇപ്പോൾ നിലവിലുള്ള. അപ്പോൾ അന്ന് അങ്ങനെ തുടങ്ങാൻ കഴിഞ്ഞു. പിറ്റത്തെ വർഷം അത് 45 ഗ്രാമങ്ങളിലായി. അതിനുശേഷം അത് 95ആയി. പിന്നെ അത് 200-കളിലെത്തുന്നു. അതിനനുസരിച്ച് കോർഡിനേറ്റർമാർ കൂടുന്നു, ഓരോ ഏരിയകളാക്കി തിരിക്കുന്നു. പിന്നെ ഓരോ ബ്ലോക്കുകളിൽ കോർഡിനേറ്റർമാരായി വരുന്നു. ഏകദേശം 35 കോർഡിനേറ്റർമാരിൽ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ട്രെൻഡിങ് ആണ്. അതായത് റേഞ്ചുകൾ പെട്ടെന്ന് കൂടലും വരലും കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് തുടങ്ങേണ്ട ഒരു ആവശ്യമില്ല. ജനങ്ങൾ അറിഞ്ഞിട്ട് നമ്മളിലോട്ട് വരികയാണ്, ഞങ്ങൾക്ക് ഈ സിസ്റ്റം വേണം, ഈ മദ്രസ സിസ്റ്റം വേണം. അപ്പോൾ ആ ലെവലിൽ അപ്പോൾ അതാണിപ്പോൾ നമ്മളെ ഒരു ബേസിക്കായിട്ട് നമ്മൾ എല്ലാ ഓൾ ഇന്ത്യ ലെവലിലും ചെയ്യുന്ന ഈ മദ്രസകളെ കുറിച്ചുള്ള
അല്ലാതെ മോറൽ സ്കൂൾ പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു ആകത്തുക എന്ന് പിന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവം കൂടിയാണ്. ആസാമിലാണ് നമ്മുടെ ഹാദി നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ 4 ഡിപ്പാർട്ട്മെൻറ്റുകൾ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആസാമാണ്, സ്റ്റേറ്റാണ് ആസാം. അവിടെ ശരിയത്ത് കോളേജ് ആയാലും പ്രീ സ്കൂളായാലും അതോടൊപ്പം മഹല്ലുകൾ, ഹാദിയ, മോറൽ സ്കൂൾ, ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെൻറ്റ് അൽഹംദുലില്ലാ. അതിൽ ശരിയത്ത് കോളേജ് നമുക്ക് കഴിഞ്ഞൊരു ആഴ്ചയായിട്ട് നമുക്കത് മദ്രസ എന്നുള്ള നമ്മളൊരു എൻട്രി ആണല്ലോ, ഒരു ഗ്രാമത്തിലോട്ട് നമുക്ക് പോകാനുള്ള ഒരു എൻട്രിയാണ് അവരുടെ ദീനി കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് നമ്മൾ അങ്ങനത്തെ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ പോകുന്ന വില്ലേജ് എംപവർമെൻറ്റ് പ്രോഗ്രാമിലാണ്. അതാണ് മഹല്ല എംപവർമെൻറ്റ് എന്നുള്ള പേരിൽ നമ്മളൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് നമ്മൾ മാറ്റിയത്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ അത് വേറൊരു ലെവലാണ്. വേറൊരു ലെവൽ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന പ്രൊജക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമാവുന്ന ഒരു പ്രൊജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നമ്മുടെ മഹലിൽ നടക്കുന്ന ഖുർആൻ ലിറ്ററസി മിഷൻ സെൻ്ററുകളെ പറയുള്ളൂ. വിദായ സെൻറ്റേഴ്സ്. അതായത് തുടക്കകാലത്ത് ആദ്യം നമ്മൾ കുറച്ച് ബാച്ചുകാരുടെ ഇനീഷ്യേഷനോട് കൂടെ 6 മഹലുകൾ തുടക്കം കുറിക്കുന്നു. അതിനുശേഷം അത് സക്സസ് എന്ന് പറയുമ്പോൾ ആദ്യം എൻറ്റയർലി ആസാമിലും അതേപോലെ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അപ്പോൾ തുടക്കം ഞാനും തങ്ങളും അതേപോലെ ഷർഫൊക്കെ ഉണ്ട്, നൗസി ഉസ്താദും ഓലൊക്കെ ഉണ്ട്. നമ്മളൊരു മഹലിലോട്ട് ചെല്ലുകയാണ്. അവരെ ആ മഹലിലോട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആശങ്കകൾ അതിൽ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യകത ഖുർആൻ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5% പേർക്ക് മാത്രമാണ് ഖുർആൻ ഓതാൻ അറിയുള്ളൂ. 5% പേർക്ക് ഖുർആൻ ഓതാൻ അറിയാമെന്ന് പറഞ്ഞാൽ അവർക്ക് ലിറ്ററസി ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് ഖുർആൻ ലിറ്ററസി മിഷൻ എന്നുള്ള പേരാണ് നമ്മളിട്ടത്. അവർക്ക് എന്തെങ്കിലും ഫാത്തിഹ ഒന്ന് കാണാൻ പഠിപ്പിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അവസാന 10 സൂറത്ത് കാണാൻ പഠിപ്പിക്കുക. ഒരു 6 മാസം കൊണ്ട് കാണാൻ പഠിപ്പിച്ചാൽ അത് അവർക്ക് നിസ്കരിക്കാൻ യൂസ്ഫുള്ളാവും. അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ ഓതാൻ കഴിയുന്ന ഒരു 11 സൂറത്ത് ഫാത്തിഹ അടക്കം അത് നമ്മൾ സിലബസാക്കി വെക്കുന്നു. അത് ഈ കാര്യങ്ങൾ ആളുകളോട് പറയുന്നു. അവർക്കൊക്കെ സന്തോഷം. 60, 70, 80 വയസ്സായ ഉമ്മമാരാണ് അതിന് വരുന്നത്. ഉമ്മമാർ പറഞ്ഞാൽ എൻ്റെ അമ്മക്ക് 65 വയസ്സമ്മ മരിക്കുമ്പോൾ അത് പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഉമ്മാനെയാണ് ഓർമ്മ വരുന്നത് വരുമ്പോൾ. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് ആളുകൾ വരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഉമ്മ വന്നിട്ട് തങ്ങളോട് ഞാനും തങ്ങളിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരികയാണ്. അപ്പം അമ്മ അവിടെ ഞാൻ 1 കിലോമീറ്റർ അപ്പുറത്താണ് വരുന്നത്, എനിക്കും പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം അമ്മ ഒന്നോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു, 1 കിലോമീറ്റർ അപ്പുറത്ത് വേറെ സെൻറ്റർ തുടങ്ങി. കാരണം അത് ഓലെ അപ്പം പഠിപ്പിക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ടല്ലോ നമ്മളെടുത്ത് വരുന്നത്. അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കാണുന്നു, ഓരോ ഓതി കേൾപ്പിച്ച് തരുന്നു. ഇപ്പം നമ്മൾ തുറക്കസിലൊക്കെ ഫസ്റ്റ് വർഷം ഞാൻ വന്ന ഫസ്റ്റ് വർഷമൊക്കെ നമ്മൾ ഒരു വട്ടം ഒരു 200 കിലോമീറ്റർ അപ്പുറത്ത് ഹലാക്കുറ സ്ഥലത്തേക്ക് നമ്മൾ ഈ വിദായ സെൻ്റർ തുടങ്ങണമെന്ന് ആവശ്യമായിട്ട് നമ്മൾ പോയി. അപ്പോൾ പോയിട്ട് ആ മീറ്റിംഗ് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ആ മീറ്റിങ്ങിൽ ഏകദേശം ആ നാട്ടിലെ ഒരു 60-70 പേര് പങ്കെടുത്തിന്. അപ്പം അന്നേരം നമ്മൾ പിന്നെ ഉസ്താദ് എനിക്ക് തോന്നുന്നു നിങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഇതിൽ ഈ കൂട്ടത്തിൽ ഖുർആൻ ഓതാൻ അറിയുന്ന നോക്കിയിട്ട് ഫാത്തിഹ ഓതാൻ അറിയുന്ന എത്ര പേരുണ്ടോ ചോദിച്ചപ്പോൾ അന്ന് വെറും കൈ നോക്കിയത് 5-6 പേരാണ് ആ 70 ആളിൽ. അപ്പം അന്ന് നമ്മൾ ഓരോട് പറയുകയാണ് നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി സെൻറ്റർ തുറന്നതാന്ന് പറഞ്ഞപ്പോൾ അന്ന് അവർ മുഖത്ത് കണ്ടിരുന്നൊരു സന്തോഷം. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മളവിടെ തുടങ്ങാമെന്നും ഒക്കെ പറഞ്ഞ് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഉസ്താദിനെ വെക്കണമെന്ന് പറഞ്ഞപ്പം അവിടുന്ന് കുറച്ച് ഉസ്താദന്മാരൊക്കെ പിന്മാറി. കാരണം ഓർക്ക് വരെ പഠിപ്പിച്ചു കൊടുക്കാൻ ധൈര്യമില്ല. അത് നമ്മൾ അവരെ താഴ്ത്തി പറയല്ല, അവർ അങ്ങനത്തെ സംരംഭം അങ്ങനെയാണ് പഠിച്ചു വന്നത്. അങ്ങനത്തെ ഒരു അപ്പോൾ ഓരോട് ഖുർആൻ സ്വന്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വരെ കഴിയാത്ത ഉസ്താദുമാരുണ്ട്. അപ്പം അങ്ങനെ അവർ പറയുന്നത് സ്ത്രീകൾക്ക് ഇപ്പോൾ സ്ത്രീകളല്ലാതെ എങ്ങനെ പഠിപ്പിക്കാന്നാ ചോദിക്കണേ. പക്ഷെ നാട്ടിൽ സ്ത്രീകളല്ലാത്ത ആളുകൾ, സ്ത്രീകൾ ഓതി കേൾപ്പിക്കാൻ കഴിയുന്ന സ്ത്രീകളില്ല. പിന്നെ സ്വാഭാവികം നമ്മൾ കമ്പലിലാവാണ് അങ്ങനത്തെ പുരുഷന്മാരെ കൊണ്ട് പഠിപ്പിക്കാൻ. അതാണ് അത് ആ ഒരു പ്രൊജക്റ്റ് എല്ലാം ഇതില്ല. അത് ഇനിയിപ്പോൾ 67 സെൻറ്റർ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. ഈ ഇപ്പോൾ കഴിഞ്ഞ 2 മാസം 37 സെൻറ്ററുകൾ പുതിയ രജിസ്ട്രേഷൻ വന്നു. എന്താ നല്ല വിജയിക്കുന്ന, നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് ആദ്യമൊക്കെ നമുക്കൊരു മനസ്സിന് ശാന്തി കിട്ടുന്ന വലിയൊരു സംരംഭമാണ് കൊല്ലം വിദായ. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ബനാത്ത് നമ്മൾ റൺ ചെയ്യുന്നു. വളരെ പൊട്ടൻഷ്യലുള്ള കുട്ടികൾ നിങ്ങൾ പറഞ്ഞ പോലെ ആ ടിൻ ഷീറ്റിൻ്റെ അടിയിൽ 5 ഉറങ്ങിയിലും പിന്നെ അതേപോലെ തന്നെ ക്ലാസ്സും ഒക്കെ ഒരേ സ്ഥലത്താണുള്ളത്. എരപ്പൻ്റെ പുതപ്പ് നമ്മളൊക്കെ എല്ലാവരും തമാശക്ക് പറയുന്ന രീതിയിലുള്ള ഒരവസ്ഥ. കാരണം അവർക്ക് റൂം വേറില്ല, ക്ലാസ് റൂം വേറില്ല, ഓഫീസ് വേറില്ല, ഡൈനിങ് ഹാൾ വേറില്ല, ഒക്കെ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ആ ഒരു പരിമിതമായ സൗകര്യത്തിൽ നമ്മളിപ്പോൾ അവർക്ക് അക്കാഡമിക് സപ്പോർട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതിനുള്ളിൽ ആ കുട്ടികളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നപ്പോൾ അവർക്ക് വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോയ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തത്.
അൽഹംദുലില്ലാ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള, അല്ല എന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മുടെ പ്രവർത്തനത്തിൽ. ഇപ്പം നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഒരു വലിയൊരു ഉത്തരവാദിത്തം നമ്മളുള്ളത്. കാരണം നമ്മൾ കേരളക്കാരായാലും എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളാണ് അവിടെ ഫീൽഡ് വർക്കിൽ, അവിടെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളാണ്. അപ്പോൾ ഉസ്താദ് എന്നെക്കാളും ഒരു 8 വർഷം 9 വർഷം എക്സ്പീരിയൻസിലാണ്. അപ്പോൾ തുടർന്ന് ആ വന്ന സമയത്തും അല്ലെങ്കിൽ നിലവിലും ഈ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വെല്ലുവിളികൾ, നിലവിലാവട്ടെ അല്ലെങ്കിൽ ഇതിന് മുന്നേ എപ്പോഴെങ്കിലും ഇങ്ങനെ മറക്കാനാവാത്ത എന്തെങ്കിലും വെല്ലുവിളികളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ? വെല്ലുവിളികൾ എന്ന് പറഞ്ഞതേ, നമുക്ക് കുറേ ആഗ്രഹങ്ങളാണ്, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അത് ഒരു റിസൾട്ടായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സക്സസ് ആയിട്ട് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹം, ഇപ്പോൾ ബാബുട്ടിയാജി നമുക്ക് സ്വപ്നം കാണാൻ നമ്മളോട് പറയുന്നു. ആ സ്വപ്നത്തിൽ നിന്ന് ആ ബാബുട്ടിയാജി തന്നെ പറയണ്ടേ നമുക്ക്, എനിക്കെന്താ സ്വപ്നം കാണാൻ എനിക്കെന്താ അർഹതയില്ല എന്നുള്ളത്. അപ്പോൾ ആ രീതി തന്നെ നമ്മൾ സ്വപ്നം കാണാൻ അവിടുന്ന്, പക്ഷെ അത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മളെ കയ്യിൽ കിട്ടുക എന്നുള്ളത് ചിലപ്പോൾ അതിൻ്റെ അത്ര ശതമാനം കിട്ടിക്കൊള്ളുന്നില്ല. അത് എത്രത്തോളം നമ്മൾ അതേപോലെ നമ്മൾ കോവർക്കേഴ്സും അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മൾ റേഞ്ച് കോർഡിനേറ്റർമാരായിട്ടുള്ള ആളുകൾ, അല്ലാണ്ട് റീജിയണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള, നമ്മൾ 2-3 ജില്ലക്കാണല്ലോ ഒരു റീജിയണൽ പ്രോഗ്രാം കോർഡിനേറ്റർ വെക്കുന്നത്. അവരെത്രത്തോളം അതിൽ എഫേർട്ട് ഉണ്ടോ അതും കൂടെ അതിലെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചാണ് വരുന്നത്. അത് നമ്മളെ സെയിം മൈൻഡ് ആയിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് ഐഡന്റിഫൈ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇപ്പോൾ നമ്മൾ അതിനിടയിൽ തന്നെ ഇപ്പോൾ ഈ റേഞ്ചുകളൊക്കെ വരുമ്പോൾ ഒരു നമുക്ക് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടുകാരെ ഒരു അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ അങ്ങനെയല്ല. ഇപ്പോൾ ഇവർ തന്നെ ഓൾറെഡി ഒരു 20-25 മക്തബൊക്കെ എടുത്തിട്ട് വന്ന് നമ്മോട് പറയാണ്, എൻ്റെ കീഴത്തെ റേഞ്ച് ഉണ്ട്, അപ്പോൾ ഈ റേഞ്ച് നിങ്ങൾ എന്താണ് ഏറ്റെടുക്കണം, ഇവിടെ റേഞ്ച് ആക്കണം. അപ്പം ഓരതിൻ്റെ എല്ലാവിധ എഫോർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരെന്നെ ആദ്യ തുടക്കത്തിലേക്ക് ഞാൻ റേഞ്ച് കൊണ്ടിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് തള്ളാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അൽഹംദുലില്ലാ അതൊക്കെ മാറി ഓരോ ഇൻ്റർവ്യൂ ചെയ്യും. അതിന് ക്രൈറ്റീരിയ വെക്കുന്നു, നല്ല ഗ്രാമങ്ങളിൽ പോയി വിസിറ്റ് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ആളുകളെ ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ എന്ന് നോക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മൾ സെലക്ട് ആകുന്നത്. അപ്പോൾ അതൊക്കെ അൽഹംദുലില്ലാ നല്ല. പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഇപ്പോൾ ഉസ്താദ്മാർ കൊടുക്കുന്ന ട്രെയിനിങ്സ്, പിന്നെ റേഞ്ച് കോർഡിനേറ്റർമാർ കൊടുക്കുന്ന ട്രെയിനിങ്സ്, നമുക്ക് തന്നെ കിട്ടുന്ന ട്രെയിനിങ്ങുകൾ, എങ്ങനെ അവരെ ഡീൽ ചെയ്യണം, എങ്ങനെ അവർക്ക് നമ്മളെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്, അതൊക്കെ അതിനൊരു മുതൽക്കൂട്ടാവുന്നുണ്ട്. പൊതുവേ നമ്മുടെ ഈ സപ്പോർട്ടീവായിട്ട് ഇപ്പോൾ നമ്മൾ ഹാദിയൻ്റെയൊക്കെ എന്തിതാണെങ്കിലും ഇപ്പോൾ നമ്മൾ തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളായാലും നമ്മൾ തുടക്കം കുറിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് അധികം ഈ പാവപ്പെട്ട ഏരിയകളാണ് നമ്മൾ തുടങ്ങൽ. കാരണം അധികം പാവങ്ങളാണ്. ഈ പാവങ്ങൾ പെട്ടെന്ന് നമ്മളായിട്ടാണ് അംഗീകരിക്കുകയാണ് അവർ. ഇപ്പോൾ നമ്മൾ കേരളക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര നമ്മളെ റെസ്പെക്റ്റും നമ്മളായിട്ടൊരു സ്വീകരിക്കുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹിയുടെ ചരിത്രത്തിൽ വരെ അങ്ങനെയാണ്, പാവങ്ങളായിരിക്കും ഏത് സംരംഭം കൊണ്ടുവന്ന് ഫസ്റ്റ് സ്വീകരിക്കുക. കാരണം ഓർക്ക് അവിടെ എന്തും ഓരോ മുന്നിൽ ഒരു ഓപ്പണായിട്ട്, അപ്പോൾ നമ്മളെ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാം സ്വീകരിക്കാനും ഇതിനൊക്കെ. അപ്പോൾ ഇതിലുപരി നമുക്ക് ഈ തുടക്കം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷങ്ങളിലൊക്കെ ഒരുപാട് നല്ല നാട്ടിലെ ഉമ്മറാക്കളെ കൂടി നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെ. പിന്നെ അതേപോലെ തന്നെ അതിൽ എനിക്ക് തോന്നുന്നതേ, പൊതുവെ നോർത്ത് ഇന്ത്യൻസിന് കുറച്ചൊരു ഈമാൻ നല്ല കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെക്കാട്ടിലും ഈമാൻ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതിന് ഒരു തമാശ രൂപേണെങ്കിലും നമുക്ക് ഒരു ഉദാഹരണം പറയാൻ കഴിയുന്നത്, ആദ്യകാലത്ത് തുടക്കത്തിൽ നമ്മൾ ഒരു ചെറിയൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആർദയിൽ. അപ്പോൾ നമ്മൾ അയാളെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഒരു യുദ്ധം ചെയ്യാനൊക്കെ വേണമെങ്കിൽ വിളിച്ചോളേ, ഞാൻ വരാം, നിസ്കരിക്കാൻ ഇപ്പോൾ ചെയ്യാം. അതായത് അത് കേൾക്കുമ്പോൾ നമുക്കൊരു തമാശയാണ്, പക്ഷെ അതിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് കിട്ടിയ ഇസ്ലാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള നെറേഷൻസ് ആണ് അവരുള്ളിലോട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി നമുക്കുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനത്തെ നമ്മളെ ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ടീം ഓരോരുത്തരുണ്ട്. നമുക്കിന്ന് മനസ്സിലാക്കാം, നമ്മൾ ശ്രദ്ധിക്കാതെ പല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലുതായിരിക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് വർഷങ്ങളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പോയപ്പോൾ ഞാൻ ഒരു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകും മഗ്‌രിബൊക്കെ. അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറി, നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങിയപ്പം പിന്നെ എൻ്റെ അടുത്ത് കോർഡിനേറ്റർ വന്നിട്ട് പറയുകയാണ്, ആ പള്ളിയിലെ ആൾക്കാരൊക്കെ വമ്പ ചർച്ച എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പള്ളിയിലേക്ക് കയറുമ്പോൾ അത് നമ്മളെ ശ്രദ്ധിക്കൂല, ഞാൻ എടുത്ത കാലം വെച്ചാൽ പള്ളിയിലേക്ക് കയറിയത്. പക്ഷെ ഓർക്ക് വലിയ പ്രശ്നമാണ്. ഓർക്കിപ്പം പള്ളിയിൽ നമ്മൾ വലത്തെ കാലം വെച്ച് തന്നെ കയറണം. അത് ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ ഇരിക്കുകയാണ്, ആ ഇരിക്കുന്ന സമയത്ത് നമ്മളത് കാല് നീട്ടി നേരെ പടിഞ്ഞാറ് ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഓരകത്ത് കുറേ ഈമാന് നമ്മളെ ചില കാര്യങ്ങൾക്ക് ഭയങ്കര വിശ്വാസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഞാൻ തൊപ്പിട്ടില്ല നിസ്കരിക്കാൻ വരില്ല എന്ന് പറയുന്നത്.
തൊപ്പിയിടൽ സുന്നത്താണ്, നിസ്കരിക്കൽ നമ്മളിപ്പോൾ ഫർളായ നിസ്കരിക്കണം എന്നുള്ളത് അവരെ മനസ്സായി കൊടുക്കാൻ അവർക്ക് പ്രയാസകരായി. അവിടുത്തെ അലിമീങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ സുന്നത്തുകൾ താടി, അതിനൊരു നമ്മുടെ ചെറിയ താടി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രയാസം. പിന്നെ അതേപോലെ നിസ്കാരം ഫജ്ർ എത്ര റക്കായത്താണെന്ന് ചോദിച്ചാൽ 4:40 പറയാം. അത് അവിടെ ഒരു ക്ലാരിറ്റി വരുത്തണം. 2 റക്കായത്താണ് നിർബന്ധം, 2 റക്കായത്ത് സുന്നത്താണ്, അല്ലെ നഫിലാണെന്ന് അവിടെ പറയണം. അതേമാതിരി ളുഹറിൻ്റെ കാര്യം പറയണം 12 അവർ പറയുന്നു, 4 സുന്നത്ത്, 4 ശേഷമുള്ള 4 ഫർദും, അങ്ങനെ പറയാം. അപ്പം അങ്ങനത്തെ ഓരോന്നും ഇശ 17 എന്നു, വിത്രടക്കം അവരെ നഫിലും സുന്നത്തൊക്കെ വേറായിട്ട് അവർ 17 എന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സാധനം അവർ ഉള്ളിലോട്ട് പോകുമ്പോൾ അവർക്ക് ഇത്രയും തോന്നെ നിസ്കരിക്കണമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് കൂടെ വരികയാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് അവർക്ക് കൺവേ ചെയ്യാൻ അവിടുത്തെ ആലിമീങ്ങളെ ഒരു മെത്തേഡ് അത് വിജയിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കത് തോന്നുന്നത്. പിന്നെ നിങ്ങളൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയാണ് നമ്മൾ മിസ്റ്റേക്കുകൾ അവിടെ കൂട്ടുന്നുള്ള. തുടക്കകാലത്ത് ഏകദേശം ഫസ്റ്റ് മാസം തന്നെ തോന്നുന്നുണ്ട് ഞാനും ഇഫ്തിഖാറും നമ്മളെ ദാറൂദ പസ് ചെയ്യുന്ന ബൈഷയുടെ അടുത്തുള്ള ബർമക്ക് അടുത്തുള്ള ഒരു ബുക്കട്ടപ്പ എന്നുള്ളൊരു ഗ്രാമത്തിൽ പോയി. അത് ആസാമീസ് മുസ്ലിംസ്, ആസാമിനെ സംബന്ധിച്ചിടത്തോളം ആസാമീസ് മുസ്ലിംസ് വേറെ ആയിട്ട് താമസിക്കുന്നു, ബംഗാളി മുസ്ലിംസ് പറയുന്നു. അതേമാതിരി ബംഗാളി ഹിന്ദുസ് വേറെക്കാരം, ആസാമീസ് ഹിന്ദുസ് വേറെ, ക്രിസ്ത്യൻസ് വേറെക്കാരം. അങ്ങനെ ഒരു വേർതിരിഞ്ഞിട്ട് ഒരു ഗ്രാമത്തിൽ 100% ആരാണുള്ളത് അവരാക്കാരം. ബോർഡേഴ്സ് ആണെങ്കിൽ ബോർഡേഴ്സ് തന്നെ, അവിടെ വേറെ ആളുകൾ ഉണ്ടാവില്ല. അതാണല്ലോ മെയിൻ പ്രശ്നങ്ങൾ. അവർ മിങ്കിളായിട്ട് താമസിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ നിലവിലുള്ള ഏറ്റവും വലിയ കമ്മ്യൂണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളങ്ങോട്ട് പോയ ടൈമിൽ ഓരോന്നിങ്ങനെ പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഒരു ടീം വരികയാണ്, നിങ്ങളിങ്ങനെ ചെയ്യണം, ഇത് നല്ലതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ വരുന്നു, നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇന്ന് അയാൾ വന്നിട്ട് എന്താ പറയുക, നമ്മളെ കുറിച്ചാണ് ഫത്വ ഇറക്കാൻ തുടങ്ങി. അവർ മുനാഫിക്കാണ്, പിന്നെ അതേപോലെ എന്താ പറയുക ഖാദിയാനികളാണ്, ക്രിസ്ത്യാനികളാണ്, എന്തൊക്കെ പറയാൻ തുടങ്ങി. നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ഞാനിപ്പോൾ അയാളൊന്നും വിളിച്ചതാണ്. അയാൾ വിളിക്കാൻ ഞാൻ കൈയോടൊന്നും ഞൊട്ടി. നമ്മൾ വന്ന ടൈം ഒരാളെ വിളിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് പോയിൻ്റ് ഔട്ട് ചെയ്തു. അയാൾ ഞൊട്ടണുണ്ടില്ലേ, അയാൾ ഒരിക്കലും കയറ്റാൻ പറ്റില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അതായത് അത് നമ്മൾ എന്താണോ പറയുന്നത് അതിൽ മെറിറ്റ് കാണാതെ, പക്ഷെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള തുടക്കം ഉണ്ടാവും. പിന്നെ അവർ മനസ്സിലാക്കും. പിന്നെ അവിടെ മദ്രസകൾ തുടങ്ങി, അത് വേറെ കാര്യം. പിന്നെ അയാളിപ്പോൾ നമ്മുടെ നല്ല ഫ്രണ്ടാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനത്തെ ഓരോ അവസ്ഥകൾ അത് അവരെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളെ എന്താ പറയുക പീക്കിലെത്തുന്നതും അതിനെ കുറക്കുന്നതും പീക്ക്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. പിന്നെ അൽഹംദുലില്ലാ നമ്മുടെ ആസാമിൽ ഇപ്പോൾ ഹാദിയ കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങി വെച്ച സംരംഭമുണ്ട്, ലിറ്റിൽ വേർഡ്സ് ഒരു സീരീസ്, പ്രീ സ്കൂൾ ഒരു സീരീസാണ്. അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ നാട്ടിലേക്ക് വളരെ വിജയകരമായി തുടരുന്ന അൽബിർ പ്രീ സ്കൂൾ പോലെ നമ്മുടെ ആസാമിലും ആന്ധ്രയിലൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ ഇപ്പോൾ 3 പ്രീ സ്കൂളാണ് ഹാദിയക്കുള്ളത്. 2 ആന്ധ്രയിലും 1 ആസാമിലും. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകാൻ കഴിയുന്ന പുതിയ ജനറേഷൻ ഇപ്പോൾ നമ്മുടെ അവിടെ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ കാൽവെപ്പ്, അതായത് പ്രത്യേകിച്ച് ആസാമിലേക്ക് ഒരുപാട് ഈ നല്ല കുറച്ച് പൈസക്കാരെ കുറച്ച് തറവാട്ടുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് മക്കളെ മക്തബിലേക്ക് പറഞ്ഞേക്കുന്ന ചില മടിയുള്ള രക്ഷിതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കൂടി നമുക്ക് അങ്ങനത്തെ കുട്ടികളെ കൂടി നമുക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഈ പ്രീ സ്കൂൾ എന്നുള്ളത്. കാരണം നമുക്ക് രാവിലെ നമ്മൾ അറബി കിതാബുകളുണ്ടാവും, കൂടെ അവർക്ക് ഇംഗ്ലീഷും അതേപോലെ സ്കൂൾ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുകയാണ്. അത് നമ്മളെ ആസ്പെയർ 2030 നമ്മൾ വെച്ച 2030 ആകുമ്പോഴേക്കും 5 CBSE സ്കൂളുകൾ തുടങ്ങണം എന്നുള്ള ഒരു വിഷൻ. അതിൻ്റെ ഒരു എക്സ്പാൻഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ ഓരോ സ്കൂൾ, ഇപ്പോൾ ഓക്സ്ഫോർഡ്, അത് അങ്ങനെ നമ്മൾ ഓക്സ്ഫോർഡ് തുടങ്ങുന്നത് അൽഹംദുലില്ലാ ഒരു വലിയൊരു സംവിധാനം. ഇപ്പോൾ CSE പോലെ ഹാദി ഇനീഷ്യേറ്റ് ചെയ്ത വലിയൊരു പ്രൊജക്റ്റാണ് ഓക്സ്ഫോർഡ് പബ്ലിക് സ്കൂൾ എന്നുള്ളത്. അതിപ്പോൾ ഒരു നല്ല അത്യാവശ്യം 10-300 കുട്ടികൾ പഠിക്കുന്ന, അത്യാവശ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പബ്ലിക് എഡ്യൂക്കേഷൻ സെക്ടറിലോട്ട് നമ്മൾ വെച്ച വലിയൊരു കാൽവെപ്പാണ് ഓക്സ്ഫോർഡ് പബ്ലിക് സ്കൂൾ. പക്ഷെ അത് നമുക്ക് മുജീബിനെ കൂടെ ഒരു സീരീസ് നമുക്ക് ഈ ഓക്സ്ഫോർഡിനെ കുറിച്ച് പറയാൻ മാത്രമായിട്ടുള്ള ഒരു സീരീസ് നമുക്ക് ഇരിക്കാം. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു ഹൈ ക്ലാസ് അല്ലാന്നുണ്ടെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആളുകളിലോട്ട് നമ്മളെ സംവിധാനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡർ സാധനങ്ങളായിട്ടാണ്, ഫീഡർ സ്കൂളുകളായിട്ടാണ്, ഫീഡർ എഡ്യൂക്കേഷൻ ഹബ്ബുകളായിട്ടാണ് നമ്മൾ ലിറ്റിൽ വേർഡ്സിനെ കാണുന്നത്. അതിനടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ പോളിസി പ്രകാരം 2 വയസ്സ് വരെയാണ് ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് ഉള്ളത്. അപ്പോൾ 2ാം ക്ലാസ് വരെ നഴ്സറി, LKG, UKG 1, 2 അവരിലോട്ട് നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് മോറൽ വാല്യൂസോട് കൂടെയുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ ലിറ്റിൽ വേർഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്.
ഇൻഷാ അള്ളാ അത് പിന്നെ ഇനി ഹയർ സ്റ്റഡിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഓക്സ്ഫോർഡ് ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്കൂളുകളിലോട്ട് അവർക്ക് പോവാം. അതാണ് അതിൻ്റെ ഒരു നമ്മളെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ ഈ ഉസ്താദിനിപ്പോൾ നമ്മളെ വർക്കിനിടയിലൊക്കെ ഹാദിർ വന്നതിന് ശേഷം അപ്പോൾ ആസാം ജീവിതത്തിലൊക്കെ വളരെ ഈ ഓർക്കാനാവുന്ന അല്ലെങ്കിൽ ഒരിക്കലും മറക്കാത്ത ഒരു വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ സാഹചര്യങ്ങളാണ് നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ളത്, അതല്ലാതെ നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും വന്നോ അതും നമ്മളെ വിഷമിപ്പിച്ചിട്ടില്ല. കാരണം അതും കൂടെ അതൊന്ന് ക്ലിയർ സോർട്ട് ഔട്ട് ചെയ്യാനാണല്ലോ നമ്മൾ പോയത്. നമ്മളെ ദാറുദക്ക് അടുത്തുള്ള താമസിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഉമ്മ, ഞാൻ 2-3 സ്ഥലങ്ങളിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചു ഏകദേശം 90-92 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ആ മകന് നമ്മോട് പറയണേ, എൻ്റെ ഉമ്മ എനിക്ക് അയാൾക്ക് അന്ന് 62-63 വയസ്സുണ്ടാവും, എനിക്ക് 60 വയസ്സിലേറായി. എൻ്റെ അമ്മ ഇത്ര കാലമായിട്ട് കിബിലക്ക് മുന്നിട്ട് നിൽക്കണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. അതൊരു മകനെ നമ്മളോട് പറയണത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ആ ഉമ്മാൻ്റെ ഒരു കുറ്റമായിട്ട് നമ്മൾ കാണില്ല, പക്ഷെ ആ ഉമ്മാക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നേ പറയാൻ കഴിയുള്ളൂ. അല്ല, ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായാലും ഉമ്മേനെ തയ്യാറാക്കി ഉറപ്പെടും. കാരണം നമ്മളെ ബാക്കിയുള്ള പ്രൊജക്റ്റുകളൊക്കെ അത് കാണിക്കുന്നുണ്ട്. കാരണം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു സാധനം, ഒരാൾക്ക് ഒരു കാര്യം ഉൾക്കൊള്ളാൻ അയാൾ ആവശ്യം മനസ്സിലാക്കി കൊടുക്കണ്ടേ, അപ്പോഴല്ലേ അത് അവർ ഏറ്റെടുക്കുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് അവിടുത്തെ വിഷമകരം. അപ്പോൾ അങ്ങനത്തെ ഓരോ ഇൻസിഡൻസ്, ഇങ്ങനത്തെ ആളുകൾ നമ്മളങ്ങ് അഹങ്കരിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുകയാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തല്ലോ കുറേ ആയി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടുക്കാൻ നമ്മളെ എടുത്തുള്ള ഒരാൾക്ക് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ റീഗ്രറ്റ് ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ അവിടെ എത്തിയില്ലല്ലോ, നമ്മളെ കൺമുന്നിൽ ഉണ്ടായിട്ട് നമ്മൾ അങ്ങോട്ട് എത്തിയില്ലല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും. ഇതേപോലെ എനിക്ക് തോന്നിയൊരു സംഭവമുണ്ട്. അത് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് വർഷങ്ങളൊക്കെ ഒരു അക്കാദമിക് കോർഡിനേറ്ററായിട്ടാണ് എനിക്കുള്ള ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 3 റേഞ്ചുകളാണ് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ 3 റേഞ്ചുകൾ, ഒന്ന് ഹലാക്കുറ എന്നൊരു സ്ഥലമുണ്ട്, പിന്നെ ദുബരി ജില്ലയിൽപ്പെട്ട, പിന്നെ രണ്ടാമത്തെ ഒരു ഹൽദിബാരി എന്നുള്ള ഒരു ചെറിയൊരു വില്ലേജ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ മൂന്നാമത്തെ ഒരു ഏരിയ ടിൻറ്റില എന്ന് പറയും. അപ്പോൾ അത് ആദ്യം ആ സ്ഥലം കേട്ടപ്പോൾ ഞാനൊക്കെ ചിരിച്ചിരുന്നു. ആ കേൾക്കാൻ രസമുള്ള പേരാണല്ലോ. അപ്പോൾ ആ ടിൻറ്റില എന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അപ്പോൾ അവിടെ ചെറിയ സംഭവമാണ്. അപ്പോൾ ആ റേഞ്ച്, ആ ടിൻറ്റില എന്നുള്ള പേരിൻ്റെ അർത്ഥം തീൻ ടില എന്നാണ്, അതായത് 3 കുന്ന് എന്നുള്ള അർത്ഥമാണ് അവർ പറയുന്നത്. അതായത് ഒരു ഹില്ലി ഏരിയ ആണ്, ഒരു നല്ല ഒരു എന്താ പറയുക മലയോര പ്രദേശം, ഒരു നല്ല, അപ്പോൾ റോഡിൽ നിന്ന് അത്യാവശ്യം ഉള്ളിലോട്ട് പോയിട്ട് ഒരു ഹില്ലി ഏരിയ തേക്കും കാട്ടിൻ്റെ ഉള്ളിലൂടെ പോലെ. അപ്പോൾ അവിടെ ഒരു നമ്മളോട് അന്നത്തെ റേഞ്ച് കോർഡിനേറ്ററായിട്ടുള്ള ഇനാമുൽ ഹസൻ എന്നുള്ള ആളാണ്. അപ്പോൾ ഞാൻ മൂപ്പരെ വീട്ടിലാണ് കിടക്കലൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഏരിയയിൽ പ്രത്യേകിച്ചിട്ട് പുറത്തുള്ള ആക്സസ് ഒന്നും ഇല്ലാത്തൊരു ഏരിയ. അപ്പോൾ ഞാൻ അവരെ വീട്ടിൽ കിടക്കും, ഓരോ വീട്ടിൽ തന്നെ നമുക്ക് സ്റ്റേ ഉള്ളത്. അപ്പോൾ ആ ചെറിയൊരു കുടുംബം, ഓരോ ജ്യേഷ്ഠന്, ഓരോ കുടുംബം. അപ്പോൾ ഓരോ കൂടെ തന്നെ നമ്മളൊരാഴ്ച, മാസത്തിൽ എന്തായാലും ഒരാഴ്ച അവിടെ കിടക്കും ഓരോ കൂടെ. അപ്പോൾ നല്ല അവർക്ക് ഭയങ്കര സ്നേഹം, നമ്മളൊരു സ്വന്തം ഫാമിലി അവിടെ ഏറ്റെടുത്തേക്കാണ്. അവരെപ്പാക്ക് നല്ല കേരള എക്സ്പോഷർ കിട്ടി. ജ്യേഷ്ഠന് മലയാളമൊക്കെ സംസാരിക്കും, സക്കരിയ ഹുസൈൻ എന്നുള്ള പേരുള്ള ജാക്കിർ ഹുസൈൻ. അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്ക് പനിയൊക്കെ വന്ന് ഞാൻ പനിച്ചിരുന്നു രാത്രി. അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആദ്യമായിട്ട് അങ്ങനെ പനിച്ചൊരു അസുഖമൊക്കെ വരുന്നത്. അപ്പം അന്ന് രാത്രിയൊക്കെ വീട്ടുകാർ ഇടയ്ക്ക് വരലും, അവിടുത്തെ ഉമ്മ വന്നിട്ട് ചായ തരലും, പിന്നെ പ്രത്യേകം അവിടെ നിന്ന് തന്നെ അവർക്ക് ഒരുപാട് ഇങ്ങനത്തെ ഈ ഔഷധങ്ങൾ ഒരുപാട് എന്തായാലും അറിയുന്ന ആൾക്കാരായിരിക്കും, ആ ഏരിയയിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ രാത്രി 2 മണിക്ക് 3 മണിക്ക് ഇടയ്ക്ക് വരും, ചായ എടുത്ത് വരും, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഗുളിക ഉണ്ടാക്കി തരും. അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിൽ നിന്ന് കരച്ചിൽ വന്നു. കാരണം നമ്മുടെ വീട്ടിൽ ഉമ്മാൻ്റെ ഉപ്പാനെ അവിടെ ഉണ്ടല്ലോ, കാരണം നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തേക്കാണ്. അത്രേ ഉള്ളൂ, ഒരു ജോലി ബന്ധം കൂടിയല്ല, അതിലപ്പുറം ഒരു ഏറ്റെടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെ ഈ ഇനാമുൽ ഹസൻ എന്നുള്ള ഇയാളോട് നല്ല പരിചയം. അപ്പോൾ ഒരു ദിവസം നമ്മൾ മക്തബ് വിസിറ്റിന് വേണ്ടി പ്രസ്താവന തേക്കുംകാട്, അപ്പോൾ അതിലൂടെ ഒരു ഫുള്ള് കാടാണ്. അപ്പോൾ ഇങ്ങനെ രാത്രി വൈകുന്നേരമാണ് ഒരു മക്തബ് ഉള്ളത്. അപ്പോൾ മക്തബ് വിസിറ്റ് കഴിഞ്ഞ് അതൊരു കാട്ടിനകത്താണ് ആ മക്തബ് ഉള്ളത്. അപ്പോൾ മക്തബ് കഴിഞ്ഞ് നല്ല അടിപൊളി നല്ല റാഹത്തൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നമ്മളിങ്ങനെ പള്ളിനെ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ഒരു കാട് ഫുള്ള് ലൈറ്റൊന്നുമില്ല, ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ്. അപ്പോൾ കാട്ടിൽ നിറച്ചൊരു ഭാഗത്ത് ഇങ്ങനെ തീ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഭയങ്കര പേടി പോലെയായി.
അപ്പം ഇങ്ങനെ തീയാത്തപ്പോൾ ഞാൻ മൂപ്പര് മാത്രമുള്ള ആ റൂട്ടിൽ ആ സമയത്ത് ഞാൻ മൂപ്പര് പറയും എന്താണ് തീരെ കത്തണം. അപ്പോൾ മൂപ്പര് ഇങ്ങനെ അതൊന്നും പേടിക്കാനില്ല. അപ്പോൾ ആദ്യം മൂപ്പര് അങ്ങനെ ഒഴിവാക്കി. പിന്നെ ഞാൻ മൂപ്പരോട് ചോദിച്ചു, മൂപ്പര് ഇങ്ങനെ പറഞ്ഞത് അവിടെ ഗോത്രക്കാർ വസിക്കുന്ന ഏരിയ ആണ്. അപ്പം ഞാനിങ്ങനെ അതിന് മുന്നേ കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് ട്രൈബൽസ് അപ്പോൾ എനിക്ക് വന്ന സമയത്തൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് കാണുന്നതൊക്കെ ഫുള്ള് പുതുമകളാണല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതുക ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഇങ്ങനെ എഴുതി ഇങ്ങനെ ഇടാന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സാധനം പുതിയ കിട്ടിക്കഴിഞ്ഞാൽ എഴുതാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ഇങ്ങനെ ബോഡോ ഗോത്രം ഇവിടെ ഗോത്രക്കാരുണ്ട്, അങ്ങനെ ആസാമിൽ വലിയൊരു മെജോറിറ്റിയുള്ള ഗോത്രം തന്നെയാണ്, സ്വന്തമായിട്ട് 4 ജില്ലകളൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗോത്രക്കാർ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം. അങ്ങനെ ഞാനും പിറ്റേ ദിവസം രാവിലെ മക്തബ് കഴിഞ്ഞപ്പോൾ മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞു എനിക്കൊന്ന് ബോഡോ ഗോത്രക്കാരെ കുറിച്ചൊന്ന് അറിയണം എന്നൊക്കെയുണ്ട്. അപ്പോൾ ശരിക്കും മൂപ്പർക്ക് ചെയ്തു തരേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യുക. പിന്നെ ഗോത്രക്കാരാണ് അവിടെ പൊതുവെ 2012 ഒരു കലാപം ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളും കൊക്കരജാറ്. അപ്പോൾ അവർ ശത്രുതയുള്ള ഒരു ഏരിയ കൂടിയാണ്. പക്ഷെ മൂപ്പർ എന്നോട് പ്രശ്നമില്ല, നമുക്ക് എന്തായാലും പഠിക്കാം, എനിക്ക് പറഞ്ഞു എനിക്ക് ഒരു വീടൊക്കെ ഒന്ന് കാണണം, അല്ലെങ്കിൽ പ്രത്യേക ആ ഏരിയയിൽ പോകുമ്പോൾ പ്രത്യേക ഒരു വാസനയാണ്. മൂപ്പർ എനിക്ക് പറയുന്നത് ആ വാസന അവർ കുടിക്കണം, അവർ തന്നെ ഉണ്ടാക്കി കുടിക്കണം മദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വാസനയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു താല്പര്യം നമുക്ക് അതൊക്കെ കാണാം, അവർ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വീട് കാണാം അല്ലെങ്കിൽ ഒരു പരിസരങ്ങൾ കാണാം. അപ്പോൾ മൂപ്പർ ആയിക്കോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവരുടെ വീടും ഇതേപോലെ നമ്മുടെ ബംഗാളി ഏരിയയിൽ കാണുന്ന ഒരു വീടിന്റെ അതേപോലെ തന്നെ അതന്നെയാണ് ഏകദേശം ഒരു അതായത് അധികം ഷീറ്റിന് ഓരോന്നിനും കളിമണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കല്. അപ്പോൾ നമ്മൾ അവർ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലേക്ക് മൂപ്പർക്ക് നല്ല സ്വീകാര്യത, അതായത് ആൾ നല്ല ഒരു മൗലാനയാണ്, എന്നാലാണെങ്കിൽ അവർക്ക് ഇവരുടെ നല്ല പരിചയം. അപ്പോൾ ഞാൻ മൂപ്പര് വെച്ചപ്പോൾ മൂപ്പര് ഈ ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വതക്ക് കൊടുക്കും. അതായത് വീട്ടിലേക്ക് എന്തെങ്കിലും അരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ സ്വതക്കാൻ നിൽക്കില്ല, ഓരെ സഹായിക്കുക, കാണുമ്പോഴൊക്കെ എന്തെങ്കിലും ചെയ്യുക, ഓരെ പരിഗണിക്കുക. അപ്പോൾ ഞാനൊരു വീട്ടിലേക്ക് പോയപ്പോൾ ഓരെ നമ്മളെ കണ്ടപ്പോൾ നേരെ സ്വീകരിക്കലും ഇത് കണ്ടോളി ഇതൊക്കെയാണ് വീട്. അപ്പോൾ ഓരോ പ്രത്യേക അവർ ആരാധിക്കുന്ന മരമുണ്ട്, അപ്പോൾ അത് കാണിച്ചു തന്നു. ഒരു കല്ലുണ്ടാക്കണം, അത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഓരോന്നെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ഒരു അവസരം ഒരുക്കി തന്നു. അപ്പോൾ ഞാനതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ആ ഒരു ഏരിയക്ക് പോകാന്നുള്ളതിനെ ശരിക്കും അവിടുത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോൾ ഇനാമുൽ ഉസ്താദ് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ, ഇവര് മരിച്ചു പോയല്ലോ. അപ്പോൾ മുബര ചെയ്യുന്ന രീതിയാണ് എന്തുണ്ട് അവിടെ വേണ്ടത്. അതായത് ഇപ്പൊ അതില്ലാത്തതാണ് അവിടുത്തെ റേറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കാരണം അവർ വ്യത്യസ്ത ഏരിയ താമസിക്കുന്നു, അവർക്ക് മറ്റുള്ളവരോട് തീരെ ബന്ധമില്ല. ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ വീണ്ടും പറയുന്നത് വെച്ചാൽ അപ്പോഴായിരുന്നു നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ആളുകളോട് കൂടുതൽ ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ കോർഡിനേറ്റർമാരായി ചുരുങ്ങുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അന്ന് നമ്മൾ ഓരോ സ്ഥലങ്ങളിലോട്ട് പോകും, നമുക്ക് വഴിയൊന്നും അറിയില്ല, ബൈക്കുമ്പോൾ ഇങ്ങനെ പോയി ഒരു സ്ഥലത്ത് പോകും, പിന്നെ അടുത്ത മൈലിൽ പോകും, പിന്നെ അവിടെ ഇന്നലെ അടുത്ത് പോയിക്കോളി എന്ന് അറിയും. അപ്പോൾ ആ മൈലിലോട്ട് പോകുന്നു. അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ പോകും, പിന്നെ അടുത്ത ഗ്രാമം ചിലപ്പോൾ ഹിന്ദു ഗ്രാമമാവും, അല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവരാവാം, അല്ലാന്നുണ്ടെങ്കിൽ ട്രൈബൽസ് ആവാം. അപ്പോൾ അവരോട് നമ്മൾ കൂടുതൽ അവരോട് വഴി ചോദിക്കാന്ന് പറയുമ്പോൾ അവർ ചെയ്യില്ല, അവരോട് ചോദിക്കണം അടുത്ത ഗ്രാമത്തിൽ ചോദിക്കാം. കാരണം ഇങ്ങനത്തെ ആളുകളോട് സംസാരിക്കാൻ തന്നെ ഇവർക്ക് താല്പര്യമില്ല, അവിടുത്തെ ആളുകൾക്ക് താല്പര്യമില്ല. കാരണം അവരിലോട്ട് എത്തിച്ച ദീൻ അങ്ങനത്തെ ദീനാണ്. അപ്പോൾ അതാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ഇടയിലുള്ള വിഷയങ്ങൾ അതാണ്. അവർക്ക് അപ്പോൾ ഇങ്ങനത്തെ നല്ല ഗൈഡൻസ് കൊടുക്കാറ് നമുക്ക് മലയാളികൾക്ക് കിട്ടിയ ഒരു ദീനുണ്ട്. മൂപ്പരൊക്കെ പുറത്തേക്ക് പഠിച്ചു, എനിക്ക് തോന്നുന്നത് കുറച്ച് പുറത്തേക്ക് പഠിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൂപ്പര് പിന്നെ 2 വർഷം കഴിഞ്ഞ് പിന്നെ എൻ്റെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് പ്രൊമോഷൻ, അതായത് നമ്മൾ പിന്നെ ഒന്നുകൂടെ ഒക്കെ ചുരുങ്ങി കുറച്ചും കൂടി വൈഡായിരുന്നു ഡ്യൂട്ടികൾ. അപ്പം മൂപ്പരുടെ കണക്ഷനെ കുറഞ്ഞു, എന്നാലും ഭയങ്കര അഭേദ്യ ബന്ധങ്ങളാണ്. അപ്പോൾ എനിക്കേറ്റവും വിഷമമായത് ഒരു സ്വാതന്ത്ര്യദിനമാണ് ഓഗസ്റ്റ് 15 ഇതേപോലെ നമ്മുടെ എല്ലാ മോറൽ സ്കൂളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പതാക ഉയർത്തുന്ന പരിപാടി നടത്തുന്നതൊക്കെ മെസ്സേജൊക്കെ അയച്ചപ്പോൾ എല്ലാവരും ആ ദിവസം നമ്മൾ ഗ്രൂപ്പുണ്ട്, RC ആസാം എന്നുള്ള സ്ഥലമൊക്കെ അറിയാം, എല്ലാ കോർഡിനേറ്റർമാരുടെ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, അതിലെല്ലാവരും അന്ന് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യണം, നിങ്ങളെ റേഞ്ചിലാണ് പരിപാടികളൊക്കെ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആസാമിൽ വന്ന് 3ാമത്തെ വർഷമാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഫോട്ടോ ഒക്കെ അയച്ചു. അപ്പോൾ രാത്രി ഇങ്ങനെ ഞാൻ ചെക്ക് ചെയ്യണം എല്ലാവരും അയച്ചിട്ടുണ്ടോ. അപ്പോൾ രാത്രി 9 മണിക്ക് ആയപ്പോൾ ലാസ്റ്റ് ഫോട്ടോ ഫോട്ടോ അയക്കണം ഇനാമുൽ ഉസ്താദ്. അപ്പോൾ ലാസ്റ്റ് ഫോട്ടോ അയക്കണം. അപ്പോൾ ഞാനതൊക്കെ കണ്ട് ഫോട്ടോസ് കണ്ട് പിന്നെ ഞാൻ നേരെ ഫോൺ ഓഫാക്കി പിന്നെ അന്ന് കിടന്നുറങ്ങണം. പിന്നെ അന്ന് സൂര്യോദയ ശേഷം 4:30 ആ സമയത്ത്, ചൂടുകാരാണ്, ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ. അപ്പോൾ 4:30 ആകുമ്പോൾ അത് നേരെ തിരിച്ചോ, അതായത് 4:30 മഗ്‌രിബാവും, അതായത് വൈകുന്നേരം. അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞ് വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പിന്നെ കാണുന്നത് ഗ്രൂപ്പിൽ കുറച്ച് കരയാണ് ഇമോജീസ് വരത്തിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇനാമുൽ ഉസ്താദ്, എനിക്ക് ഭയങ്കര അന്ന് ഒരു ഷോക്കഡായ ഒരു നിമിഷമാണ്. പിന്നെ ഉസ്താദ് ആക്സിഡൻ്റായി മരണപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ്. അപ്പോൾ ഒരിക്കലും സങ്കല്പിക്കാൻ, കാരണം അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ സംവിധാനത്തിന് അത്രയ്ക്ക് ഉൾക്കൊണ്ടൊരു മനുഷ്യരായിരുന്നു എല്ലാവരും. നമ്മളെപ്പോൾ ആ ഭാഗത്ത് പോകണമെങ്കിലും വീട്ടിൽ
അത് വരാത്ത ഒരു പക്ഷേ അവിടെ റീജിയനായി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവിടുത്തെ ഒരു ഇൻചാർജ് ആക്കി വെക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. നല്ലൊരു അതായത് അന്ന് രാത്രി ഒരു കാർ ആക്സിഡൻ്റായി മരണപ്പെടും. അങ്ങനെ പെട്ടെന്ന് ഒരിക്കലും നമുക്ക് കഴിയാത്ത, അപ്പോൾ ഇപ്പോഴും ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ അവിടെ നോട്ടണേ നമുക്ക്. കാരണം അത്രയ്ക്ക് മൂപ്പരെ വൈഫും കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മളെ അവരൊക്കെ സഹായിക്കാൻ, ഇടയ്ക്ക് സഹായിക്കാനും വിസിറ്റ് ചെയ്യാനൊക്കെ പോക്കുണ്ട്. കാരണം അത്രയ്ക്ക് നമുക്ക് അവരോട് കമ്മിറ്റ്മെൻ്റുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ചില നിമിഷങ്ങൾ നമുക്കിങ്ങനെ വിഷമമായിട്ട് ഒരിക്കലും മറക്കാനാവാത്ത ചില ബന്ധങ്ങൾ നമുക്കൊരു ഒരു നമ്മളൊരു നാടിനെ പോലെ തന്നെ അവിടെ ഒരു അറ്റാച്ച്മെന്റ് വന്നു എന്നുള്ളതാണ് അവിടുത്തെ ആളുകളോട്. എന്നെ കുറിച്ച് തോന്നുന്നത് നമ്മൾ നാട്ടിലേറെ ഇപ്പോൾ കേരളത്തിലത്തെ നാട് ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതിലേറെ ഞാൻ ആസാം വിസിറ്റ് ചെയ്തു. അവിടുത്തെ ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു എക്സ്പോഷർ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അത് ഇപ്പോൾ കുറേ അപ്പം നമുക്ക് പരിഗണന കിട്ടുന്നിടത്ത് ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ ഒരു വട്ടം ഞാനിങ്ങനെ നാട്ടിലേക്കിന് വരാണ്. അപ്പോൾ ഞാൻ ട്രെയിനിലാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കോർഡിനേറ്റർ, നമ്മൾ റേഞ്ച് കോർഡിനേറ്റർ മുമ്പ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഞാൻ കോളിങ്ങനെ ട്രെയിനിലായതുകൊണ്ട് എന്തൊക്കെ തിരക്കില്ല, അപ്പോൾ കോളിങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ വിളിക്കുകയാണ്. അവസാനം ഞാൻ കോൾ എടുത്തു, പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആവുമല്ലോ എന്ന് വെച്ചിട്ട്. മൂപ്പര് നേരെ വിളിച്ചിട്ട്, ഉസ്താദ് ഞാൻ പിന്നെ എൻ്റെ പേര് റാഫിലൊക്കെ എന്നാണ്, എനിക്ക് പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ എനിക്ക് ചെറിയ കാര്യം പറഞ്ഞു തരുന്നത്. എനിക്കെന്നാൽ പറഞ്ഞോളൂ കാരണം അപ്പോൾ എനിക്ക് കുട്ടി ഉണ്ടായിരുന്നു, എനിക്ക് രണ്ടാമത്തെ പെൺകുട്ടിയാണ്, ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം അറിയിക്കണം, എൻ്റെ മനസ്സിൽ ഇത് ഫസ്റ്റ് നിങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ കുട്ടിക്ക് നല്ലൊരു പേര് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പോൾ ആൺകുട്ടിയാണ്, എനിക്ക് പേര് വേണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന പേര്, അതായത് നമ്മളൊക്കെ പണ്ട് മുതലേ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കുട്ടിക്ക് സയ്യിദ് എന്ന് പേരിട്ട്, കാരണം ആ കുട്ടി പിന്നെ വലുതായ വിജയി ആവട്ടെ എന്നുള്ള. അപ്പോൾ ആ സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ നേരെ സയ്യിദ് എന്ന് പേരിട്ടോളിന്നാണ്. അപ്പോൾ മൂപ്പര് പിന്നെ പേരൊക്കെ ഇട്ട് പിന്നെ വിളിക്കേണ്ട ഉസ്താദ് പേരൊക്കെ ഇട്ടാണ് മുഹമ്മദ് സയ്യിദ് എന്ന പേരിട്ടെന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് തന്നെ പേരുണ്ട്. അവിടെ മൂപ്പർക്ക് ഇത്രയും കാലം അവിടെയുള്ള ഫ്രണ്ട്സും അല്ലെങ്കിൽ കുടുംബക്കാരെക്കാൾ നമുക്ക് ഒരു വില തരുന്നുണ്ട് അവിടെ. ഈ കുട്ടിയുണ്ടായ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ പഴയ കുച്ച്ബിഹാർ RPC ഷഹീദിനൊക്കെ ഞാൻ ഉംറക്ക് പോയ ടൈമിൽ മൂപ്പര് എന്നെ നിർബന്ധിച്ച് എനിക്ക് കോൾ ചെയ്യുന്നുണ്ട്, എനിക്ക് അവിടുന്ന് ഒരു മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് മക്കന്ന് നിങ്ങൾ വാങ്ങിയാൽ മതിയാ മരുന്ന് എന്നൊരു പൈസ ഒക്കെ അയച്ചെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മരുന്ന് കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ കൊടുന്നിട്ട് മൂപ്പര് എന്ത് ചെയ്ത് അത് അവർ മരുന്നാക്കി മാറ്റിയിട്ട് എനിക്ക് തന്നെ തിരിച്ചു തരാണ്. എന്തെന്ന് വെച്ചാൽ എനിക്ക് അന്ന് കുട്ടിയായിട്ടില്ല, അന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കുട്ടിയായത്. അപ്പോൾ അവർ നമ്മൾ കാണലിലേറെ അവരെ നമ്മളെയും കൂടി ഉൾക്കൊണ്ടിട്ട് നമ്മളൊരു ഫാമിലി മെമ്പറായി എന്നുള്ളതാണ്. അതും കൂടെ നമ്മൾ ഈ പ്രവർത്തനങ്ങളിലൊരു വിജയമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അൽഹംദുലില്ലാ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളും മറക്കാനാവാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പം നമ്മൾ ഓർമ്മകളായാലും നമുക്ക് സ്നേഹിക്കുന്ന ഒരുപാട് നമ്മളിപ്പം നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പം കൂടുതലായിട്ട് ഫീൽഡ് വിസിറ്റ് നിങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ പറയാം. അതെ. അപ്പോൾ നമ്മൾ ഈ മക്തബുകൾ ഇപ്പം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ മക്തബ് എന്ന് പറയുമ്പോൾ നാട്ടിലെ മദ്രസ, അവിടെ മക്തബ് തന്നെ പറയാം. അപ്പോൾ ഈ മക്തബിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ ഒരു 2-3 മാസം മുന്നെയാണ് നമ്മൾ അസസ്മെൻറ്റിന് ഒരു ടീം വന്നപ്പോൾ നമ്മൾ ഷെരീഫുദ്ദീൻ ജുനീദ് അവരൊക്കെ വന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഷെരീഫുദ്ദീൻ ജുനീദിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഒരു നല്ല മഴ ഉണ്ട്. അപ്പോൾ ദുബൈയിലെത്തിയിട്ട് ഫസ്റ്റ് അങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഓക്കെ നമുക്ക് വൈകുന്നേരം ആ മക്തബിൽ പോകണം എന്തായാലും അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ സ്ഥലത്ത് ഇറങ്ങി ഒരു പാടത്തൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ തന്നെ ആ പാടത്തിയപ്പോൾ തന്നെ ഫുൾ പാടം, അവിടെ അങ്ങനെ ഒരു ചെറിയൊരു ഷീറ്റൊരു ബിൽഡിങ്ങാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിലാക്സ് വിശാലമായ ഏരിയയിൽ ചെറിയ ബിൽഡിങ്. അപ്പോൾ അവിടെ എത്തി. ഇപ്പം അവിടുത്തെ ഒരു ആചാരമുണ്ട്, നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ആൾക്കാർ ഗംച്ച എന്ന് പറയും. അത് സ്ഥാനൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. ജാപ്പി ഗംച്ച, അതായത് ആസാമുകാരുടെ ഒരു ആചാരമാണ്. ആര് പുതിയ അതിഥികൾ വന്നു കഴിഞ്ഞാൽ ഓരെ പിന്നെ സ്വീകരിക്കുന്ന രീതിയാണ് ഒരു ഗംച്ച, ചെറിയൊരു തോറിൽ കൊണ്ട് പോയ സാധനം. പിന്നെ അതോടൊപ്പം ഒരു ഉണ്ടാക്കുന്ന ഒരു തൊപ്പിയും ജാപ്പി എന്ന് പറയും. അപ്പം നമ്മൾ പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ജാപ്പി ഇത് കിട്ടുന്നു, ഗംച്ച കിട്ടുന്നു. അപ്പോൾ ഇട്ടറിനൊക്കെ ഫുള്ള് യുവാക്കളാണ്. അതായത് യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു 18-19 വയസ്സുള്ള ചെക്കന്മാർ. അപ്പോൾ ഞാനിങ്ങനെ ഇവരോട് ചോദിക്കാൻ നിൽക്കുകയാണ്, ഈ പിന്നെ കമ്മിറ്റിക്കാരൊന്നും ഇട്ടില്ല. അപ്പം എവിടെ കമ്മിറ്റിക്കാരൻ ചോദിക്കാൻ നിൽക്കുമ്പം നേരെ എന്നോട് അവിടുത്തെ കോർഡിനേറ്റർ അവിടുത്തെ ഉസ്താദ് പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായി. 4 ചെക്കന്മാർ വന്നിട്ട് നമുക്ക് സ്വീകരിക്കാനും ഓരെന്നാണ് ആ മക്തബ് നടത്തുന്നത്. അവരെന്നെ അതിൽ പഠിപ്പിക്കണമെന്നല്ലോ, ഒരാളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോട് ചോദിച്ചപ്പോൾ 4 ആളും ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ആ മക്തബ് അൽഹംദുലില്ലാ മക്തബാണ് എല്ലാ സിസ്റ്റമായിട്ട്, അതായത് 3 ക്ലാസ്സുകളും ഉള്ള സൗകര്യത്തിൽ ചെറിയ ബെഞ്ചും ഡെസ്കൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സംരംഭം. അപ്പോൾ നമ്മൾ ചിന്തിക്കണേ അവിടെ എത്രയോ ഗ്രാമങ്ങളിൽ വലിയ പൈസക്കാരും അല്ലെങ്കിൽ നല്ല വലിയ കമ്മിറ്റിയുള്ള ആൾക്കാർ ഒരു മക്തബോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ വളരെ ഒന്നും ശ്രദ്ധിക്കാത്ത സമയത്താണ് ഈ
ഈ യുവാക്കളെ ഓരോ ആഗ്രഹം കൊണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് വന്ന ഒരുപാട് അവരൊപ്പം സംസാരിക്കാനും അവരൊപ്പം വീഡിയോ എടുക്കാനും. കാരണം അങ്ങനത്തെ സംഭവങ്ങൾ കാണില്ലല്ലോ. ഒരു യുവാക്കൾ അവർ ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ചിട്ട് ആസാമിലൊക്കെ നോക്കുമ്പോൾ അധിക ചെക്കന്മാർ ഇപ്പോൾ ഒരു ഒന്നല്ലെങ്കിൽ ഗെയിമിങ് അല്ലെങ്കിൽ മൊബൈൽ ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കണം, പ്രത്യേകിച്ച് ദീനിനെ കുറിച്ചുള്ള ഒരു ബോധം. അപ്പോൾ ആ സമയത്ത് ഇത് കണ്ടപ്പോൾ ഭയങ്കര സ്റ്റേജിങ്. അതേപോലെ തന്നെ ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു നമ്മൾ അസസ്മെന്റ് ടീം തന്നെ വന്ന ടൈമിൽ നമ്മൾ ദ്വീപിലോട്ട് എൻട്രി മഹാജൻ പാറ എന്നുള്ള ദ്വീപ്, ദ്വീപിലോട്ട് എൻട്രി ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ ഒരു ഹാദിയ മോറൽ സ്കൂൾ എന്ന ഒരു ബോർഡ്. അപ്പോൾ ഒരു നാട് മൊത്തം ഹാദിയന്റെ കീഴിലാവുന്ന രീതിയിൽ, കാരണം ആ ദ്വീപിൽ കുറച്ച് ആളുകളുണ്ടാവും. കുട്ടികളും പിന്നെ അവിടുത്തെ കമ്മിറ്റി 2 ഉസ്താദന്മാരൊക്കെ വന്നിട്ട് പ്രായ ഒരു ഉസ്താദാണ്. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഒരു എന്താ ഒരു സന്തോഷം. കാരണം കാണുന്ന തന്നെ നേരെ ഹാദിൻ്റെ നെയിം ബോർഡ്, പിന്നെ അവിടെ ഹാദിൻ്റെ ലോഗോ, അങ്ങനെ നേരെ കയറി ചെല്ലുമ്പോൾ ഭയങ്കര സ്വീകരണം. അപ്പോൾ നമ്മൾ സ്വീകരിക്കാൻ അവിടെ വെക്കുക. അപ്പോൾ ഉമ്മമാരൊക്കെ അവിടെ കാത്തിരിക്കുകയാണ് നമ്മൾ വരാൻ. ആ ഉമ്മമാരൊക്കെ ഖുറാൻ പഠിക്കുകയാണ്. അതായത് ആ ദ്വീപിൽ എത്ര 70-75 വീടുകളുള്ളൂ. ആ വീട്ടിൽ നിന്നുള്ള ഉമ്മമാർ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മളോട് അറ്റാച്ച്ഡ് നടത്തും. അതെ അത് കുട്ടികളാണെങ്കിൽ മദ്രസ വലിയവരാണെങ്കിൽ വിദായ സെന്ററൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഖുറാൻ ലിറ്ററസി മിഷനും അതേപോലെ തന്നെ നമ്മളെ തലിമ ബാലിഗാൻ എന്ന് പറഞ്ഞുള്ള അഡൽട്ട് ഇസ്ലാം എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ എന്നിട്ട് അവരവിടെ പഠിക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടി കാത്തുക. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരു 2 മണിക്കുള്ള ഈ 2 മണി to 2:30 അല്ലെങ്കിൽ 3 മണിയാണ് ഈ സമയം. പക്ഷെ നമ്മളെത്താൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. എന്നാലും നമുക്ക് വേണ്ടി നമ്മളെന്തായാലും കാണുന്നത് ആഗ്രഹമുള്ളവരിങ്ങനെ കാത്തു നിൽക്കുക എന്നിട്ട് നമ്മൾ സംസാരിക്കുക. അവിടെ നിന്ന് അവർ ഭക്ഷണമൊക്കെ തയ്യാറാക്കി തന്നിരുന്നു അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയ ഒരു സംഭവം. ആ ഒരു ചെറിയൊരു പള്ളിയും ചെറിയൊരു മക്തബൊക്കെ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇതേവരെ കാണാനും ഇതൊക്കെ. അത് ആ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പം അന്നൊക്കെ അബുസ്തായ നമ്മോട് പറഞ്ഞത് ഇത് ഇങ്ങനത്തെ സ്ഥലം ഉണ്ടായി നമ്മളതിൽ കൊണ്ടുപോയില്ലല്ലോ എന്നുള്ളത്. കാരണം അത്രയ്ക്ക് ഇതൊക്കെ നമ്മൾ കാരണം നമ്മളെ ലീഡർഷിപ്പുള്ള ആളുകളും ഇങ്ങനത്തെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ. അവർക്ക് എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഓരോ ആളുകളും തരുന്ന 500 രൂപ 100 രൂപയാണ് ഈ സംവിധാനങ്ങളുടെ വിജയം എന്ന് പറയാം. പിന്നെ വേറൊന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇതിങ്ങനെ മാത്രമല്ല, ഈ അവരൊരു അവയർഡായി വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ഫണ്ട് മൊബിലൈസേഷൻ നടത്തിയിട്ട് നമുക്ക് ഈ സംവിധാനം നടത്താൻ കഴിയും. കാരണം അത് കാര്യങ്ങൾ നമ്മൾ തെളിയിക്കാൻ ഇപ്പോൾ ചില സംവിധാനങ്ങളൊക്കെ എല്ലാ മദ്രസകളിലൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന രീതിയിൽ എത്തിപ്പോയ സ്ഥലങ്ങളുണ്ടല്ലോ. പിന്നെന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ അവിടെ അങ്ങനെയാണെന്നുള്ളത്. നല്ലൊരു ലീഡർഷിപ്പ് ഇല്ലാന്ന് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഈ മതവിദ്യാഭ്യാസം തീരെ ഒരു പരിഗണന കൊടുക്കാതെ രക്ഷിതാക്കളൊക്കെ ആയാലും അതിന് ഇപ്പോൾ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാനതിനൊക്കെ ആണെങ്കിലും എത്ര പൈസ വായറിയാൻ തയ്യാറാണ്. പക്ഷെ ഇതിനു വേണ്ടി ഒരു 100 അല്ലെങ്കിൽ 10 ചോദിച്ചാൽ ഉസ്താദന്മാർക്ക് എപ്പോഴും പറയുന്നത് രക്ഷിതാക്കൾക്ക് തീരെ ഒരു പരിഗണന ഇതിനെ കുറിച്ച് ഇല്ല. മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് പൊളിറ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 14-15 MLA LDF എന്നുള്ള മുസ്ലിം മൈനോറിറ്റി പാർട്ടിക്ക് അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ MLA അവിടെ ഉണ്ട്. മൊത്തം 126 അസംബ്ലികളിൽ ഇപ്പോൾ നമ്മൾ 42% മുസ്ലിങ്ങളുണ്ട് എന്ന് പറയുന്നു. അല്ലാണ്ട് 35% മുസ്ലിങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ 42% വരുന്ന മുസ്ലിംസ്, പിന്നെ അതേപോലെ തന്നെ സെക്കുലർ വോട്ടുകൾ മറ്റുള്ളവരുണ്ടാവും, പിന്നെ ക്രിസ്ത്യൻസ് ഉണ്ടാവും. ഒരിക്കലും അവിടെ ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് അവിടെ വരിക എന്നുള്ളത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാനും പോലും കഴിയില്ല. പക്ഷെ എന്നിട്ട് പോലും അതങ്ങനെ ഒന്നും അത് സ്പ്ലിറ്റ് ചെയ്യുന്ന ലീഡർഷിപ്പ് അവിടെ നല്ലവർക്ക് വർക്കൗട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതല്ല, അപ്പോൾ അതിനെന്താണ് ലീഡർഷിപ്പ് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിഷന് റെഡി ആവണം. അതാണ് നമ്മളെ മൈനോറിറ്റി അവിടുത്തെ ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ. ഇപ്പോൾ പൊളിറ്റിക്സ് ആണ്. ഇപ്പോൾ ഈ അടുത്ത് അവിടെ വാർഡ് ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ വാർഡ് ഇലക്ഷൻ ഇപ്പോൾ നമ്മുടെ ഓസ്ഫോർഡും ധാരൂദിനടുത്തുള്ള വില്ലേജിലൊക്കെ അവിടെ മത്സരം ജയിച്ച BJP സർക്കാരാണ്. ഇത് BJP ആണ് ജയിച്ചത്. അതിൻ്റെ സ്ഥാനാർത്ഥി അവിടുത്തെ മുസ്ലിങ്ങളാണ്. പൊളിറ്റിക്കൽ അവയർനെസ് അവർക്ക് എന്താ പറയുക കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാവുന്നത്. നമ്മളിവിടെ ഒരു 70% ആളുകൾക്കും നമ്മൾ ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും ഞാനൊരു പാർട്ടിൻ്റെ വക്താവാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പോക്സ്മാനാണ്, അല്ലെങ്കിൽ എൻ്റെ ഐഡിയോളജി അതാണെന്ന് പറയാം. ബാക്കി 30% ആളുകളാണ് മറ്റുള്ള ഏരിയകളിലോട്ട് ഓരോ ടൈമിലും മാറുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് ഇവിടെ ഉള്ളത്. ആകെ 20% ആളുകളൊക്കെ അല്ലാണ്ടെങ്കിൽ ഇങ്ങനത്തെ ഞാൻ ഇന്നൊരു പാർട്ടിൻ്റെ വക്താവാണെന്ന് പറയാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ 5000, 2000, 100, 500 കിട്ടുമ്പോൾ 500 കിട്ടിയാൽ എനിക്ക് കിട്ടി ചെയ്ത് അൻകോട്ട് തരാൻ അറിയും. 1500 കൊടുക്കാൻ ഓർക്കിട്ട് കൊടുക്കും. പിന്നെ എങ്ങോട്ടാണ് ആർക്കാണ് വോട്ട് കൊടുക്കണം എന്നുള്ളത് ഓർക്കും പഠിച്ചോന്നേ അറിയുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഓസ്ഫോർഡ് സ്കൂളിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എപ്പോഴും മുജീബ് സാറൊക്കെ നമ്മോട് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ദുബരി എന്നുള്ള ജില്ല 88% മുസ്ലിംസൊക്കെ ഉള്ള ഒരു ജില്ലയാണ്. അപ്പോൾ അവിടെ
ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ നിൽക്കുന്ന ജില്ലയിൽ പോലും ഒരു CBSE മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലൊരു സ്കൂൾ അവിടെ ഇല്ല. അപ്പം അതായത് എഡ്യൂക്കേഷനിൽ വരെ അവർ വളരെ അത് ഒരുപാട് മദ്രസകൾ ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അത്രയും വിജയകരമല്ല. അതോടൊപ്പം ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് ഒരു സ്കൂൾ, ഒരു പബ്ലിക് സ്കൂൾ നമ്മളൊരു CBSE സിലബസിലൊക്കെ ഉള്ളത്. അതേ സ്ഥാനത്ത് അവിടെ വളരെ 2-3% ക്രിസ്ത്യൻസിന് ഒരുപാട് കൺവെൻറ്റ് സ്കൂളുകളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ഈ വിഷയത്തിലൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് നല്ല വിദ്യാഭ്യാസമായിട്ട് നല്ലൊരു ശതമാനം സ്കൂളുകളും ക്രിസ്ത്യൻ മിഷനറീസ് നടത്തുന്ന സ്കൂളുകൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിലൂടെ കുറേ ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു. നമ്മളിപ്പോഴും എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു ചെയിൻ ഓഫ് സ്കൂളിലെ കൺസെപ്റ്റ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ അതേപോലെ തന്നെ അജ്മൽ ഫൗണ്ടേഷന് കീഴിലുള്ള നല്ലൊരു വിദ്യാഭ്യാസ സംഭവങ്ങൾ അവിടെ നടക്കുന്നു. പക്ഷേ അത് പാവപ്പെട്ട ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജനറൽ എഡ്യൂക്കേഷനും കൂടുതൽ ആളുകൾ അതിൽ ഫോക്കസാണ് പെട്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ സ്കൂൾ സംവിധാനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ വിജയിച്ചു പോകുന്നു. ഒന്ന്. രണ്ടാമത്തെ എനിക്ക് അവിടുത്തെ മുസ്ലിം വിഭാഗത്തിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് ജനറൽ എഡ്യൂക്കേഷന് കുറച്ച് ബാക്കോട്ടായി എന്നുള്ളതിനുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അവിടുത്തെ ഒരു മദ്രസ ബോർഡ് അതിനൊരു ഘടകമാണ്. അതിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടിയിരുന്നു. സ്ട്രെങ്തൻ ചെയ്യുന്നതിന് പകരമായിട്ട് അവിടെ വന്നത് അതിനെ നിരോധിക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഒരു മദ്രസയിൽ 70% ഇസ്ലാമിക് സബ്ജക്റ്റാണ് കൊടുക്കുന്നത്. ജനറൽ മദ്രസ ബാക്കി 30% ജനറൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ വെഞ്ചാർസ് സ്കൂൾ എന്നുള്ള സിസ്റ്റം അവിടെ ഉള്ളത്. വെഞ്ചാർ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളുകൾ, പിന്നെ അത് ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ എയ്ഡഡ് സ്കൂളാണ്, എയ്ഡഡ് സ്കൂളുകൾക്ക് വേർതിരിക്കുന്നത് പോലെ വെഞ്ചാറിന് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അതിൻ്റെ സാലറികൾ അല്ലാണ്ട് മറ്റുള്ള ഇൻഫ്രാ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കും, സാലറിയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ കുറേ ഗവൺമെൻറ് മദ്രസകൾ അവിടുത്തെ അപ്പോയിൻമെൻറ്റ്സ് മൊത്തം മുസ്ലിംമാർ, മുസ്ലിയാക്കന്മാർ അല്ലാതെ മൗലാനമാരനെ പിന്നെ ജനറൽ എഡ്യൂക്കേഷൻ കൊടുക്കാനും അവിടെ മറ്റുള്ള ജനറൽ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരു സ്പെഷ്യൽ ടീച്ചേഴ്സിനെ അല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ സയൻസ് പഠിപ്പിക്കാനോ മാത്സ് പഠിപ്പിക്കാനോ ഇംഗ്ലീഷ് പഠിപ്പിക്കാനോ അവർക്ക് വെക്കുന്നില്ല. അതുകൊണ്ട് ഈ ഉസ്താദ്മാരനെ അത് പഠിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്ന ജനറൽ അവയർനെസ് നമ്മളെ കോമൻ്റെ ഇടയിൽ അതിനൊക്കെ ഒരു ഭാഗത്താണ് നമ്മൾ ദാറുദൻ്റെ ഒരു വിപ്ലവം. ദാറുദ സംവിധാനം കാരണം എത്രയോ കിലോമീറ്റർ അപ്പുറത്ത്. ഇപ്പോൾ ഞാൻ ദുബൈ ജില്ല നമ്മൾ നിൽക്കുന്ന ഹോസ്പിറ്റൽ ദാറുദന്ന് 200-150 കിലോമീറ്റർ അപ്പുറത്തെ സ്ഥലമാണ്. അവിടെ നിന്നൊക്കെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ ഇൻ്റർവ്യൂവിന് സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾ 4 സെൻറ്ററിലായിരുന്നു നമ്മൾ ഇൻ്റർവ്യൂ നടക്കൽ. എല്ലായിടത്തും നല്ല കുട്ടികൾ ഇതിന് വരുന്നുണ്ട് ഇൻ്റർവ്യൂക്ക്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഒരുപാട് നമ്മൾ ദാറുദ എന്നൊരു സംവിധാനം പുതിയ ഒരു മദ്രസ സംവിധാനത്തിന് തുടക്കം കുറിക്കുകയാണ്. അതായത് എല്ലാം മദ്രസ നല്ലൊരു ദീനി പിന്നെ മതവിദ്യാഭ്യാസം കൊടുക്കുകയാണ്, കൂടെ നല്ല ഭൗതിക വിദ്യാഭ്യാസവും. ഹയർ സെക്കൻഡറി മെട്രിക്കുലേഷൻ റിസൾട്ടൊക്കെ അവിടുത്തെ ആകെ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഒരു 90% ആളുകൾക്കും 75% കൊടുക്കും. അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന സ്കൂട്ടി എല്ലാവർക്കും കിട്ടും. അത് എല്ലാവരും ഒരേ കണ്ണ് തുറപ്പിച്ചു എന്നുള്ള. ഇൻഷാ അല്ലാഹ് ദാറുദ മൂവ്മെൻറ്റിൻ്റെ ഈ പ്രവർത്തനങ്ങൾ, ഹാദിയ ദാറുദ ഒന്നിച്ച് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ആസാമിനൊരു മുതൽക്കൂട്ടാവട്ടെ. ആസാമിലെ മുസ്ലിം മൈനോറിറ്റിക്ക് അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ജനങ്ങൾക്കും അതൊന്ന് സഹായകരാവട്ടെ എന്ന് നമുക്ക് കുറച്ചുകൂടെ ചെയ്യാം. നമുക്കിപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു കാലാവസ്ഥ, ഇപ്പോൾ ആസാമിലെ ഏറ്റവും പറയേണ്ട ഒരു സാധനം അടുത്ത കാലാവസ്ഥ എന്നുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് തണുപ്പ് കാലമാണ്. തണുപ്പ് കാലം നമുക്ക് ആസാമിനെ വെച്ച് പറയാൻ പറ്റും നല്ലൊരു കാലാവസ്ഥയാണ് തണുപ്പ് കാലം. ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്ക് ഒരാൾ പറയുമ്പോൾ ഒരു അത്ഭുതപ്പെടുന്ന സംഭവമാണ്. 4:30 മഗ്‌രിബൊക്കെ ആവും. അത് പകൽ ചുരുങ്ങാണ്. രാവിലെ 6:30 സമയത്തായിരിക്കും. രാവിലെ 6:30 സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ 4:00 ആകുമ്പോഴേക്കും മഗ്‌രിബാവാണ്. അത് വളരെ കുറഞ്ഞ പകൽ, പിന്നെ നീണ്ട രാത്രി. അതേപോലെ തന്നെ നമ്മൾ തുടക്കകാലത്ത് നമ്മൾ പോയ വർഷത്തിലൊക്കെ ഓഗസ്റ്റിലാണ് നോമ്പുണ്ടായിരുന്നത്. ആ സമയത്ത് 15.5 മണിക്കൂർ നോമ്പെടുക്കേണ്ട അവസ്ഥയാണ്. കാരണം 2:59-2:57 ചിലപ്പോൾ സുബഹി പുലർച്ചെ. പിന്നെ അതേപോലെ തന്നെ 6:00 മഗ്‌രിബാകും. അപ്പോൾ ഭയങ്കര ചൂടുള്ള സമയത്തും നോമ്പൊക്കെ ഭയങ്കര അതികഠിനമായിരുന്നു. അപ്പം അങ്ങനത്തെ കാലം ചൂട് കാലമാണ്. ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആ സമയത്ത് ചൂട് കാലവും ഇങ്ങനെ വെറുതെ നല്ല ചൂടും ഉണ്ടാവും. ഇതേപോലെ നേരത്തെ പകലാവും, നീണ്ട പകലും കുറഞ്ഞ രാത്രിയും. തണുപ്പ് നേരെ ഓപ്പോസിറ്റ് ആവും. ഇപ്പോൾ ഇനിയിപ്പോൾ കടക് പാടം അവിടുത്തെ ഏറ്റവും ഭംഗിയാണ് ആസാമിൻ്റെ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ. ഇപ്പോൾ നെൽകൃഷിയൊക്കെ മാറിയിട്ട് എല്ലാവരും എന്ത് ചെയ്യും, കടക് പാടം കൊടുക്കും. അപ്പോൾ ആ മഞ്ഞ പൂക്കളൊക്കെ വെച്ച് നല്ല പാടങ്ങൾ, നല്ല തണുപ്പ്, ആ മഞ്ഞിൽ ഇങ്ങനെ കാണൊക്കെ നല്ല ഒറിജിനൽ തേൻ നമുക്ക് കിട്ടും. അതെ. നമ്മളെ പിന്നെ ദാറുദിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് ഒരുപാട് തേനീച്ച കൂടുതലൊക്കെ ഉണ്ടാക്കുക.
അപ്പോൾ നല്ലൊരു കാലാവസ്ഥ പറയുകയാണെങ്കിൽ ആസാമിൽ ഒരുപാട് വ്യത്യാസങ്ങൾ എല്ലാം കൊണ്ടും മാറ്റുള്ള. അപ്പോൾ ഇൻഷാ അള്ളാ അവിടെയൊക്കെ ആയിട്ട് ഹാദിയൻ്റെ ഇൻഷാ അള്ളാ ഒരുപാട് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അള്ളാ ഇതേപോലെ ഇനിയും തുടരാനും നല്ല സാധ്യതയുള്ളൊരു ഏരിയ ആണ്. കാരണം ഇപ്പം നമ്മൾ നിലവിൽ ആസാമിൻ്റെ ഒരു എത്ര ശതമാനം കുറഞ്ഞ ശതമാനം ഏരിയയാണ്. 12 ജില്ല 32 31 ജില്ലകളുണ്ട്. അതെ അതെ അതിൽ വെറും എന്താ പറയുക 32 31 പറയാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ ജില്ല കൂടുന്നു, ചില ജില്ല കുറയുന്നു. പറയാം. അതെ അതെ 28 ജില്ലകളെ നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ 32. അതാണ് ഇപ്പോൾ 31 32 എന്ന് പറഞ്ഞത്. അപ്പോൾ വെറും 14 ജില്ലകളെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അപ്പർ ആസാമിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളൂ. ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ കരീംഗഞ്ച് അവിടെയൊക്കെ 3 റേഞ്ചുകളൊക്കെ ആയി. അപ്പം അതൊരു ഇൻഷാ അള്ളാ വരാൻ പോകുന്ന വലിയൊരു ഏരിയ ആണ്. നമുക്ക് എല്ലാം കൊണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും സിസ്റ്റമാറ്റിക് എടുക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ് കരീംഗഞ്ച് അപ്പർ ആസാമൊക്കെ. ദാർഹുദ മൂവ്മെൻറ്റിൻ്റെ ഒരു 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 ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ദാറുദയിൽ PGയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അബു സയ്യിദ് എന്നുള്ളത്. കാരണം നമ്മുടെ മദ്രസയിൽ നിന്നോ മദ്രസയിൽ പഠിക്കുന്നു, അതെ അതിനുശേഷം അവന് ദാറുദയിലോട്ട് അഡ്മിഷൻ കിട്ടുന്നു. ദാറുദയിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവന് മെട്രിക്കുലേഷനിലൊക്കെ നല്ല മാർക്ക് കിട്ടി. ഇതേപോലെ നമ്മളെ ഹയർ സെക്കൻഡറിയിൽ ഇതേപോലെ സ്കൂട്ടി കാര്യം നമ്മുടെ ആദ്യം ഓൺലൈൻ വീഡിയോ ഒക്കെ ചെയ്തതൊക്കെ നമ്മളെ ഓൺലൈൻ വീഡിയോകൾക്ക് ഇപ്പോൾ ഉസ്താമാർക്ക് വേണ്ടിയുള്ള ഓൺലൈൻ വീഡിയോകളും മൊത്തത്തിൽ നമ്മളെ ട്രെയിനിങ് കാര്യങ്ങളിലൊക്കെ അവൻ ഡീൽ ചെയ്യുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം ഖത്തർ ഡിബേറ്റിന് വേണ്ടി ഖത്തറിൽ പോകാനുള്ള അവസരങ്ങൾ. അപ്പം അങ്ങനത്തെ കുറേ പ്രതിഭകളെ നമുക്ക് നമ്മളെ ദാർഹുദ മൂവ്മെൻറ്റ് വാർത്തെടുക്കാൻ കഴിഞ്ഞെന്നുള്ള അങ്ങനത്തെ കുറേ അബു സയ്യിദ്മാർ അല്ല എന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ ഇനിയും സമൂഹത്തിന് കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്.